ഹലോ സ്റ്റുഡൻസ്, ഗുഡ് ഈവനിങ്. ഓക്കെ, ലോഡിബിൾ അല്ലേ? റെഡി? ഹലോ. ആ സാർ കേൾക്കാം. ഓക്കെ. അപ്പൊ നമ്മള് നിങ്ങളുടെ വെർച്വൽ കാൽക്കുലേറ്റർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും അതേപോലെ എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇജാസ് സാർ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യും. നമുക്ക് ഏകദേശം 143 സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. നമുക്കൊരു 1 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം, കുട്ടികൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിന്റെ മുന്നേ നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനി നമുക്ക് എക്സാമിന് ഒരു 3 ഡേയ്സും കൂടെ മാത്രമേ ഉള്ളൂ. അപ്പം കാര്യമായിട്ട് നിങ്ങൾ പുതിയ കാര്യങ്ങൾ ഒരുപാട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് നോക്കൂ, റിവൈസ് ചെയ്യൂ. അതേപോലെ വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ പോകും. ഔട്ട് ഓഫ് 100 ഒരു 20 to 25 മാർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ, എസ്പെഷ്യലി ഓൺ ഗോയിങ് സ്റ്റുഡൻസിനാണെങ്കിൽ നിങ്ങൾ ഒരു 20 ക്രോസ് ചെയ്യാൻ നോക്കും. 20 to 30 റേഞ്ചിൽ വന്നാൽ പോലും നിങ്ങൾക്ക് ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടാം. അപ്പൊ അതൊരു ഫീസിബിൾ ആയിട്ടുള്ള ടാർഗറ്റ് ആണ്. അപ്പൊ നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് അത് നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പോവുക, എക്സാം എഴുതുക. ഇനി എന്തെങ്കിലും ചാൻസിൽ കിട്ടാതായി പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എക്സാംസ് വീണ്ടും വരാനുണ്ട്. CUET വരുന്നുണ്ട്, അതിൽ തന്നെ ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റികളുണ്ട്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, ഒരുപാട് സെന്റേഴ്സ് ഉണ്ട്. പലതും ഈവൻ പല എന്താണ് IITസിനേക്കാളും, IIT തിരുപ്പതി, അങ്ങനെ പല IITസിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അപ്പൊ അതിലേക്കുള്ളൊക്കെ അഡ്മിഷൻ ടെസ്റ്റുകൾ ഇനിയും വരാനുണ്ട്. CUET പോലെയുള്ള ഐസറിന്റെ എക്സാം, അങ്ങനെ പല എക്സാമുകളും വരാനുണ്ട്. കുസാറ്റിന്റെ എക്സാം വരാനുണ്ട്, നമുക്ക് MGയുടെ എക്സാം ഉണ്ട്, യൂണിവേഴ്സിറ്റി സെന്ററുകളുടെ ഒക്കെ എക്സാമുകൾ വരാനുണ്ട്. അപ്പൊ നിങ്ങൾ വളരെ കൂളായിട്ട് എന്താണ് ഒരുപാട് ടെൻസ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. പോവുക. അറ്റ്ലീസ്റ്റ് ഒരു എന്താണ് ഒരു 25+ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അതേപോലെ സീരിയസ് ആയിട്ട് റിപ്പീറ്റ് ഒക്കെ ചെയ്ത ആളുകൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ മാക്സിമം എല്ലാം റിവൈസ് ചെയ്തിട്ട് വളരെ കൂളാവുക, പോവുക, എഴുതുക. കിട്ടുന്നതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. അല്ലാതെ ഒരുപാട് എക്സാം ടഫ് ആവുമോ ഇല്ല എന്നുള്ളതിനെ കുറിച്ചൊന്നും വെറീഡ് ആവാനില്ല. നിങ്ങൾ കൂളായിട്ട് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അഡീഷണലി ഒരു 8 to 10 മാർക്ക് സ്കോർ ചെയ്യാം. നിങ്ങൾ ടെൻഷൻ അടിച്ചാൽ ആ മാർക്ക് പോകും, അത്രേ അവിടെ സംഭവിക്കാനുള്ളൂ. അല്ലെങ്കിൽ 10 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടപ്പെടുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വർക്കെല്ലാം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ ആളുകളാണ്. ഇനി ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനില്ല. ഇനി ഒരൊറ്റ ഡ്യൂട്ടി മാത്രമേ നിങ്ങൾക്കുള്ളൂ. സൺഡേ വളരെ വൃത്തിയായിട്ട്, വളരെ പീസ്ഫുള്ളായിട്ട് പോവുക. എക്സാം ഹാളിൽ ഒരു ½ മുന്നേ എത്തുക. ആ 3 അവർ ഏറ്റവും നല്ല രീതിയിൽ, 3 അവർ തുടങ്ങുമ്പോൾ തന്നെ കിട്ടുമോ കിട്ടില്ല എന്ന് തീരുമാനിക്കേണ്ട ആവശ്യമില്ല. ആ 3 അവർ ഒറ്റ ഡ്യൂട്ടിയേ ഉള്ളൂ, ആ എക്സാം എങ്ങനെ വൃത്തിയായിട്ട് എഴുതാം. അതിന്റെ ഇടയിൽ കിട്ടുമോ കിട്ടില്ല നിങ്ങൾ ഡിസൈഡ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. എക്സാം പലപ്പോഴും വളരെ ടഫ് ആയിരിക്കാം. നിങ്ങൾ ഗേറ്റ് എക്സാം എഴുതിയ ആളുകളാണ്, നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി ലെവൽ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ഒരിക്കലും റാങ്കിനെ എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. കാരണം എക്സാമിന്റെ ഡിഫിക്കൽട്ടിയും ഈസിനെസ്സും വെച്ചിട്ട് ഒരിക്കലും റാങ്ക് മാറാറില്ല. ഓക്കെ, അത് എത്രയോ തവണ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്, അതിലേക്കൊന്നും ഇനി നമ്മൾ കിടക്കുന്നില്ല. നമുക്ക് നമ്മുടെ മെയിൻ സെഷനിലേക്ക് പോകാം. ഇത്രയേ ഉള്ളൂ നിങ്ങൾ ചെയ്യേണ്ട വർക്ക്. ലാസ്റ്റ് 200 ഡേയ്സ് അല്ലെങ്കിൽ അറൌണ്ട് 6 to 7 months നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി കാര്യമായിട്ട് ഒരു ചേഞ്ച് ഒന്നും ഉണ്ടാക്കാൻ നമുക്കില്ല. കഴിഞ്ഞ 200 ഡേയ്സ് നിങ്ങൾ എന്താണോ ചെയ്തത്, അല്ലെങ്കിൽ 6 to 7 months എന്താണോ ചെയ്തത്, അതാണ് നിങ്ങളുടെ ക്രെഡിറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കൊണ്ടുപോവുക, വൃത്തിയായിട്ട് പ്രസന്റ് ചെയ്യുക. അതിൽ പഠിച്ചതിലുപരി ഒരു +10 മാർക്ക് നിങ്ങൾ വളരെ പീസ്ഫുൾ ആയിട്ട്, വളരെ ഹാപ്പി ആയിട്ട്, മെന്റലി നിങ്ങൾ എന്താണ് സ്ട്രെസ് ഒന്നും ഇല്ലാതെ പോയി എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. എസ്പെഷ്യലി BSc ഓൺഗോയിങ് സ്റ്റുഡൻസിനൊക്കെ ഒരു 20+ മാർക്ക് വാങ്ങുക എന്നുള്ളത് ഒരു ഫീസിബിൾ ആണ്. അത് അത്ര വലിയൊരു ടാസ്ക് ഒന്നുമല്ല. അപ്പൊ അത് നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങളുടെ ബെസ്റ്റ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അതേപോലെ തന്നെ ഇജാസ് സർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, നിങ്ങൾ പല ആളുകൾക്കും കാൽക്കുലേഷൻ 3 അവർ സമയം തന്നെ പലപ്പോഴും നമുക്ക് തികയാറില്ല. അതിന്റെ കൂടെ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അതിന് ഒരുപാട് സമയം നഷ്ടം ഉണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സെഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ കാര്യമായിട്ട് തന്നെ പരിഗണിക്കുക. ക്ലാസ്സിൽ വരാത്ത ആളുകളോട് എന്തായാലും നിങ്ങൾ കൂടെയുള്ള ക്ലാസ്മേറ്റ്സിനോട് ഒരു തവണയെങ്കിലും ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ് ഒന്ന് കാണാൻ പറയുക. അത് ഡയറക്റ്റ് വീഡിയോ, ആപ്പിൽ കയറേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് വീഡിയോ ലിങ്ക് ആയിട്ട് ഞാൻ ഷെയർ ചെയ്യും. എല്ലാ കുട്ടികളോടും ഒന്ന് ഈ ക്ലാസ് ഒന്ന് കാണാൻ പറയണം. മാക്സിമം 15 മിനിറ്റ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. വളരെ എന്താണ് പീസ്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ എന്താണ് കൂളായിട്ട് നിങ്ങൾ എക്സാം എഴുതുക. അതാണ് നമ്മൾ ലാസ്റ്റ് മൊമെന്റിൽ പ്രതീക്ഷിക്കുന്നത്. 3 ഡേയ്സ് ഒരു പുതിയ കെമിസ്ട്രി പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് റിവിഷൻ മാത്രം.
ഓക്കെ, റിവിഷൻ ചെയ്യുക. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടോ ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുക. സോൾവ്. ഓക്കെ, അപ്പൊ അതിനാണ് ഹയസ്റ്റ് പ്രയോറിറ്റി. പിന്നെ സൺഡേ എന്ത് ചെയ്യാം, പഠിച്ചതിനെ കുറിച്ചാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പഠിച്ചല്ലോ എന്ന് ആലോചിക്കുക. പഠിക്കാത്ത കുറച്ച് ചാപ്റ്റേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ അത് ആലോചിച്ച് നെഗറ്റീവ് എനർജി ആയിട്ട് പോകരുത്. നിങ്ങൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾ ഈ കോച്ചിങ് അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് എക്സാമിന് പോവുക, അതിലുപരി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തമായി കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പല എക്സാമുകൾ എഴുതിയിട്ടുണ്ട്, പല ചാപ്റ്റേഴ്സിന്റെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ടുണ്ട്. ആ ഒരു പോസിറ്റീവ് ആംഗിൾ നോക്കി അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസിലാണ് നിങ്ങൾ എക്സാമിന് പോകേണ്ടത്. അല്ലാതെ പെൻഡിങ് ആയി കിടക്കുന്ന 2 3 ചാപ്റ്റേഴ്സിനെ കുറിച്ച് ആലോചിച്ച് വെറീഡ് ആവുകയല്ല വേണ്ടത്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇത്രയും ചെയ്ത രീതിയിൽ പോകുന്നു അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജിയിൽ പോകണം. ഈവൻ എന്താണ് ഒരു ലാസ്റ്റ് 10 ഡേയ്സും 15 ഡേയ്സും ഒക്കെ പഠിച്ചു. നമ്മുടെ ഫസ്റ്റ് ബാച്ചിലെ ഒരു നവ്യ നവ്യ എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് ഉണ്ട്, ഇപ്പൊ IIT മദ്രാസിലാണ്. നവ്യ ഇപ്പോഴും പറയാറുണ്ട്, ലാസ്റ്റ് ഒരു 15 ഡേയ്സ് ആണ് ആൾ ഫുൾ ഡേ കോളേജ് ലീവ് എടുത്ത് പ്രിപ്പയർ ചെയ്ത ആളുകളാണ്. അത് അതിന്റെ മുന്നേ ക്ലാസ്സുകളൊന്നും കാര്യമായിട്ട് ഫോളോ ചെയ്യാം. സ്റ്റിൽ ആള് എക്സാം വളരെ നല്ല രീതിയിൽ എഴുതിയത് കൊണ്ട് മാത്രം ആളൊരു 526 അങ്ങനെ എന്താ റാങ്ക് ആയിരുന്നു ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 2022 എക്സാമിൽ വന്നിരുന്നത്. ആ ഒരൊറ്റ എക്സാമിൽ ലാസ്റ്റ് 10 ഡേയ്സ് പ്രിപ്പറേഷൻ വളരെ ഡീസെന്റ് ആയിട്ട് വളരെ നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്തു. എക്സാമിൽ അത്രയും നല്ല റാങ്കിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. അപ്പൊ ആ ഒരൊറ്റ ദിവസത്തെ എക്സാം എങ്ങനെയാണോ നിങ്ങൾ എഴുതുന്നത്, എത്ര കൂളായിട്ട് നിങ്ങൾക്ക് അത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ ഒരൊറ്റ ഇമ്പാക്ട് കൊണ്ട് തന്നെ 10 മാർക്കിന്റെ ഒരു ഇമ്പാക്ട് എത്രയാണ് നിങ്ങൾക്ക് അറിയാം അല്ലെ, അത് തന്നെ ഒരു 2000 റാങ്ക് മാറ്റാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പം ആ ഡേ നിങ്ങൾ വളരെ വൃത്തിയായിട്ട് ചെയ്യുക. എക്സാം ടഫ് ആകുമ്പോൾ എല്ലാവർക്കും ടഫ് ആയിരിക്കും, അത് മനസ്സിലാക്കുക. അപ്പൊ അതിനനുസരിച്ച് റാങ്ക് മാറാനൊന്നും പോകുന്നില്ല. ആ 3 അവർ ഓരോ ക്വസ്റ്റ്യനും ഫ്രഷ് ആയിട്ട് നിങ്ങൾ എന്താണ് 2 ക്വസ്റ്റ്യൻ കിട്ടാതെ ആകുമ്പോഴേക്കും ടെൻസ്ഡ് ആവരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെടുത്തുകയാണെന്നുള്ളത് ആദ്യം ആലോചിക്കാം. ഓരോ ക്വസ്റ്റ്യനും ഫ്രഷ് അല്ലെങ്കിൽ എന്താണ് ഒരു പുതിയ ക്വസ്റ്റ്യൻ പോലെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ടൈം മാനേജ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു 2.5 അവർ ആകുമ്പോഴേക്കും നിങ്ങൾ ഒരു റൗണ്ട് വൃത്തിയായി നോക്കി കഴിഞ്ഞിരിക്കണം. എന്നിട്ട് ലാസ്റ്റ് ഹാഫ് ഒരു റൗണ്ടും കൂടെ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലാതെ നിങ്ങൾ എന്താണ് ക്ലോസ് ടു 3 അവർ ആകുമ്പോഴേക്കും ഇനിയും നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻ പെൻഡിങ് ഉണ്ടെങ്കിൽ എന്താണ് അതൊരു പ്രോപ്പർ മെത്തേഡ് അല്ല. മാക്സിമം 2 to 2.5 അവർ ആകുമ്പോഴേക്കും ഡെഫിനറ്റ് ആയിട്ട് റൗണ്ട് പോയിരിക്കണം. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഇജാസ് സാർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അപ്പൊ ഓക്കെ ഇജാസ് സാർ. അപ്പോൾ ഇത് നിങ്ങളുടെ ജാമിന്റെ വെബ്സൈറ്റ്, ജസ്റ്റ് IIT മദ്രാസിന്റെ ജാം വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പോയാൽ മതി. നിങ്ങൾ ജാം മോക്ക് ടെസ്റ്റ് ലിങ്ക് സെർച്ച് ചെയ്താൽ അവിടെ തന്നെ കാണാം. മദ്രാസിന്റെ ഓപ്പൺ ചെയ്യുമ്പോൾ ടെസ്റ്റ് പേപ്പേഴ്സ് എല്ലാം വരും. അതിൽ കെമിസ്ട്രി മോക്ക് ടെസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതിയോ, ഡയറക്ട്ലി ഈ ഒരു പേജിലേക്കായിരിക്കും. അപ്പൊ നിങ്ങൾ യൂസർ ഐഡിയും പാസ്വേഡും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്ട്ലി നിങ്ങൾ ജസ്റ്റ് സൈൻ ഇൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിയേണ്ട 1-2 കാര്യങ്ങൾ. ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ കീബോർഡ് കാണും, പക്ഷെ കീബോർഡ് യൂസ് ചെയ്യരുത്. ഓക്കെ അല്ലേ? നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു കീബോർഡ് എന്താണെങ്കിലും ഒരു കീബോർഡ് ഫ്രണ്ടിൽ കാണും. അപ്പൊ അതിൽ നിങ്ങൾക്ക് അറിയാം 2 ലെറ്റേഴ്സ് ഉണ്ട്, നമ്പേഴ്സ് വരും. ഒന്ന് നിങ്ങളുടെ കീബോർഡിന്റെ ഈ സൈഡിൽ വരുന്ന ലെറ്റേഴ്സ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്. 2 ടോപ്പ് റോയിൽ നമ്പേഴ്സ്. അപ്പോൾ ഈ റോയിൽ നമ്പേഴ്സ് യൂസ് വർക്ക് ചെയ്യില്ല. നമ്മുടെ ആരോ ഉണ്ട്, നമ്മുടെ കഴ്സർ ആരോസ്, അതിന് റൈറ്റിൽ വരുന്ന നമ്പേഴ്സ് യൂഷ്വലി വർക്കിംഗ് അല്ല. പ്രത്യേകിച്ച് 0, അതിൽ 0 ഒന്നും വർക്കിംഗ് ആയിരിക്കില്ല. സോ യൂഷ്വലി കീബോർഡ് ടോപ്പ് റോയിൽ നമ്പേഴ്സ് ആയിരിക്കും വർക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ കഴിവതും കീബോർഡ് യൂസ് ചെയ്യാതിരിക്കുക. അത് സെന്റേഴ്സിൽ നിന്ന് അവര് സ്റ്റാഫ് നിങ്ങളോട് പ്രത്യേകം പറയും കീബോർഡ് യൂസ് ചെയ്യരുത്. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് യൂഷ്വലി ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെയാണ്. അപ്പൊ അതിലൊന്നും നിങ്ങൾ കീബോർഡ് യൂസ് ചെയ്യാതിരിക്കുക. കാരണം ചില സമയത്ത് ഈ കീബോർഡ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ പിന്നീട് എക്സാമിൽ മറ്റ് പല എറേഴ്സിനും കാരണമാവും. മേ ബി നിങ്ങളെ സെർവർ ഡൗൺ ആവും, ഇൻഡിവിജ്വലി നിങ്ങൾ എക്സാം എഴുതും, നിങ്ങൾക്ക് അതിന്റെ ഇഷ്യൂസ് ഉണ്ടാവും. ഓവറോൾ അല്ല, നിങ്ങൾ ചിലപ്പോൾ ഒരു ക്ലിക്ക് ചെയ്താൽ ഡബിൾ ക്ലിക്ക് ആവും. അങ്ങനെ പല പ്രശ്നങ്ങൾ കീബോർഡ് യൂസ് ചെയ്യുന്ന ഇന്റർഫറൻസിൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഒരു കീബോർഡ് ബട്ടൺ ഉണ്ട്, നിങ്ങൾ അത് പ്രസ് ചെയ്ത് വിർച്വൽ കീബോർഡ് നിങ്ങളുടെ മുന്നിൽ വരും. മൗസ് മാത്രമേ യൂസ് ചെയ്യുക, കീബോർഡ് ഇല്ലാന്ന് വിചാരിക്കും. മൗസ് മാത്രം യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും ടൈപ്പ് ചെയ്യുക പ്രോപ്പർലി. ഓക്കെ, എന്നിട്ട് സൈൻ കൊടുക്കും. അപ്പോൾ ഇതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഇവിടെ സ്ക്രോളിംഗ് പറ്റില്ല. ഓക്കെ, മൗസിൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യാം, ബട്ട് ആക്ച്വൽ എക്സാമിന് സ്ക്രോളിംഗ് പോസിബിൾ ആകില്ല. റൈറ്റ് സൈഡിൽ ഹോൾഡ് ചെയ്ത് തന്നെ നിങ്ങൾ മൗസ് ക്ലിക്ക് ചെയ്ത് തന്നെ താഴേക്ക് മാറ്റി വരും. അപ്പോഴാണ് ഈ സംഗതികൾക്ക് മൂവ് ആക്കുക. ഓക്കെ അല്ലേ? അതാണ് ഒരു കാര്യം. ദെൻ ഈ കളർ കോഡ് നോക്കുക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ നോക്കുന്നത്, കാര്യങ്ങൾ കളർ കോഡിന് പ്രോപ്പർ ആയിട്ട് നോക്കുക. ആ 2 കാര്യങ്ങൾ എലമെന്ററി ആണ്. ദെൻ നിങ്ങൾ ഈ ഒരു പേജിലായിരിക്കും യൂഷ്വൽ എക്സാം ഹോളിൽ വെയിറ്റ് ചെയ്യുന്നത്. അവിടെയും ഇത് എപ്പോഴും സ്ക്രോള് തന്നെ ചെയ്യാം, മൗസ് വെച്ചിട്ടല്ലാതെ. നിങ്ങളുടെ കഴ്സർ മൗസ് യൂസ് ചെയ്തിട്ട്, മൗസിന്റെ സ്ക്രോൾ ബട്ടൺ യൂസ് ചെയ്യാതെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് വലിക്കുക.
അങ്ങനെയാണെങ്കിൽ താഴേക്ക് മൂവ് ആകുള്ളൂ. ഓക്കെ, ദെൻ നിങ്ങൾ ഐ ആം റെഡി ടു ബിഗിൻ അവർ പറയുന്ന ടൈം ആകുമ്പോൾ അത് പ്രസ് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എക്സാം സ്റ്റാർട്ട് ആവും. ഇങ്ങനെ ഒരു പേജിലേക്ക് ആയിരിക്കും വരും. അപ്പൊ അതിൽ തന്നെ അടുത്തൊരു കാര്യം, പലരുടെയും മോണിറ്ററിന്റെ സൈസ് ഡിഫറെന്റ് ആയിരിക്കും. ചിലരുടെ കേസിൽ നിങ്ങൾക്ക് പോകുമ്പോൾ കിട്ടുന്ന മോണിറ്റർ പ്രോപ്പർ സ്ക്വയർ മോണിറ്റർ, HP സ്ക്വയർ മോണിറ്റർ ആയിരിക്കും. ചിലർക്ക് റെക്ടാംഗിൾ മോണിറ്റർ. ഇപ്പൊ റെക്ടാംഗിൾ മോണിറ്റർ ആണെങ്കിൽ പ്രശ്നമില്ല, നിങ്ങൾക്ക് ഫുൾ ക്വസ്റ്റ്യൻ കാണാനായിട്ട് പറ്റും. ബട്ട് ചിലപ്പോൾ സ്ക്വയർ മോണിറ്റർ ആണെന്നുണ്ടെങ്കിൽ വിസിബിലിറ്റിക്ക് ചെറിയ പ്രശ്നം കാണും. അപ്പൊ നിങ്ങൾ ഈ ഒരു സംഗതി, മൗസിന്റെ കേഴ്സർ നിങ്ങൾ കാണുന്നുണ്ട്, ഇപ്പോ മൂവ് ആകുന്ന ആരോ, യെസ് സർ, കാണാം കാണാം. അതിൽ ഈ ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാം. ഇത് പ്രസ് ചെയ്താൽ നിങ്ങളുടെ പാലറ്റ് ക്ലോസ് ആവും. റൈറ്റ് സൈഡിൽ ടോട്ടൽ ക്വസ്റ്റ്യൻസിന്റെ പാലറ്റ് കംപ്ലീറ്റ്ലി ക്ലോസ് ആയി പോകും. സോ വൺസ് അങ്ങനെ ക്ലോസ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്രോപ്പർലി കാണാനായിട്ട്. അതിനെ തിരിച്ചെടുക്കാനായിട്ട് വീണ്ടും ആ സൈഡിൽ കാണുന്ന ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്താൽ മതി. ഒന്നാമത്തെ കാര്യം അത്. രണ്ട്, ഈ ക്വസ്റ്റ്യനിൽ തന്നെ താഴേക്കുള്ള ഓപ്ഷൻസ് വായിക്കാനായിട്ട് വീണ്ടും നിങ്ങൾ മൗസ് സ്ക്രോൾ ചെയ്യരുത്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് തന്നെ മൂവ് ചെയ്യാം. കാരണം സ്ക്രോളിംഗ് വർക്ക് ആകില്ല. ഇപ്പൊ ഓക്കെ, ഇവിടെ വർക്ക് ആകുന്നുണ്ട്, അതിന്റെ റീസൺ അറിയില്ല. ബട്ട് ആക്ച്വൽ എക്സാം ഹോളിൽ മൗസിന്റെ സ്ക്രോളിംഗ് വർക്ക് ആകില്ല. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ബട്ടൺ പ്രസ് ചെയ്ത് തന്നെ താഴേക്ക് വലിക്കുമ്പോഴാണ് ഫുൾ ഓപ്ഷൻസ് കാണും. ഓക്കെ അല്ലെ? ഫുൾ ഓപ്ഷൻസ് അപ്പോഴാണ് നിങ്ങൾ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇവിടെ മുകളിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പറ്റും. ഞാൻ മൗസ് ഹോൾഡ് ചെയ്തെടുത്ത് അത് ക്ലിക്ക് ചെയ്താൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഫുൾ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കാനും പറ്റുകയും ചെയ്യും. അപ്പോൾ അത് അവസാനം എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ലാസ്റ്റിൽ നോക്കിയാൽ മതിയോ ഫുൾ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരൊറ്റ സ്ട്രെച്ചിൽ കാണാനായിട്ട് പറ്റും. ക്വസ്റ്റ്യൻ നമ്പേഴ്സ് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15ാമത്തെ ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ സ്ക്രോൾ ചെയ്ത് ഇവിടെ തന്നെ ഫുള്ള് പോയിട്ട് കാണാനായിട്ട് പറ്റും. സോ ആരുടെയെങ്കിലും സ്ക്രീൻ സൈസിന് ചെറിയ സൈസ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഒരൊറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഫുൾ ക്വസ്റ്റ്യൻ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റിന്റെ കേസിൽ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഇല്ല. ബട്ട് ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലിക്ക് ചെയ്താൽ എല്ലാ ഓപ്ഷൻസും ഒക്കെ ഒരുമിച്ച് കാണുന്ന രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പൊ അത് ഒന്നാമത്തെ കാര്യം. ദെൻ ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം, നമുക്ക് റൈറ്റ് സൈഡിൽ സെക്ഷൻ എ നോക്കുമ്പോൾ ഇവിടെ ഏകദേശം 30 ക്വസ്റ്റ്യൻസ് കാണാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പോൾ ഇത് റെഡിൽ കിടക്കാൻ അർത്ഥം ഞാൻ 1 കണ്ടു പക്ഷെ മാർക്ക് ചെയ്തിട്ടില്ല. 30 അതുപോലെ തന്നെ ഞാൻ കണ്ടു, മാർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ഒരു യൂഷ്വൽ ടെൻഡൻസി ഞാൻ പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു, എനിക്ക് ഇതിന്റെ ആൻസർ അറിയില്ല. ഞാൻ ജസ്റ്റ് ചുമ്മാ നോക്കിയപ്പോഴത്തേക്ക് ഓപ്ഷൻ 1 ആണെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ആൻസർ ചെയ്തു. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ആ ആൻസർ അവിടെ മാർക്ക് ആയിട്ടുണ്ട്, രജിസ്റ്റർ ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാനായിട്ട് വേണ്ടിയത് ഇവിടെ 2 ക്ലിക്ക് ചെയ്യാം. അപ്പൊ ആ ക്വസ്റ്റ്യൻ കണ്ടു, എന്നിട്ട് ട്രൈ ചെയ്തു, ഇവിടുത്തെ സ്കോറും കണ്ടു, ഇതാണ് ആൻസർ എന്ന് തോന്നി, അത് ക്ലിക്ക് ചെയ്തു, 3ലേക്ക് പോയി, ഇത് മാർക്ക് ചെയ്തു, 4ലേക്ക് പോയി. നിങ്ങൾ കളർ കോഡ് നോക്കി, ഇതെല്ലാം റെഡ് കളറിലാണ് കിടക്കുക. എന്ന് വെച്ചാൽ സിസ്റ്റം കൺസിഡർ ചെയ്തിട്ടുള്ളതെല്ലാം നോട്ട് ആൻസേർഡ്, നിങ്ങൾ ആൻസർ ചെയ്തിട്ടില്ലെന്നാണ് കൺസിഡർ ചെയ്തത്. ഒന്നും കൂടെ പോയി തിരികെ നോക്കിയാൽ ഒന്നാമത്തെ ഓപ്ഷനിൽ ഞാൻ മാർക്ക് ചെയ്ത ഫസ്റ്റ് ഓപ്ഷൻ അത് ഇപ്പോഴും അൺമാർക്കഡ് തന്നെയാണ്. അപ്പൊ അതിനർത്ഥം നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് കളർ നിങ്ങളുടെ റൈറ്റ് സൈഡിലെ പാലറ്റിലൂടെ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മാർക്ക് ചെയ്താലും അത് കൺസിഡർ ചെയ്യപ്പെടില്ല. നിങ്ങൾ ഒരു ആൻസർ, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് നിങ്ങൾക്ക് തോന്നിയാൽ അത് ക്ലിക്ക് ചെയ്തിട്ട് ഉറപ്പായിട്ടും താഴെ റൈറ്റ് സൈഡിൽ കാണാൻ സേവ് ആൻഡ് നെക്സ്റ്റ് തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് അത് ഗ്രീൻ കളറാണ്. സോ ഒരു കാരണവശാലും നിങ്ങൾ ഹോപ്പ് ചെയ്യരുത്. 1 to 2, 2 to 3, 3 to 4, 4 to 5 ഇങ്ങനെ മാറി പോകരുത്. നിങ്ങൾക്ക് 5ാമത്തെ ആൻസർ ചെയ്തിട്ടാണ് 16ലേക്ക് പോകേണ്ടതെങ്കിൽ 5 ആൻസർ ചെയ്ത് സേവ് ആൻഡ് നെക്സ്റ്റ് അടിച്ച് 6ാമത്തെ ക്വസ്റ്റ്യൻ എത്തിയതിനു ശേഷം മാത്രം 16ലേക്ക് പോവാം. ഓക്കെ അല്ലേ? അല്ലാതെ ഒരിക്കലും 5ൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് നേരെ 16ൽ പ്രസ് ചെയ്യരുത്. അങ്ങനെ ഉള്ള ഹോപ്പ് നിങ്ങൾ ചെയ്ത് പോവുകയാണെങ്കിൽ ആ രജിസ്റ്റർ ചെയ്ത ആൻസേഴ്സ് ഒന്നും തന്നെ നിങ്ങളുടെ സെർവറിൽ വരില്ല. നിങ്ങൾ ലാസ്റ്റിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ ഈ ആൻസേഴ്സ് ഒന്നും നിങ്ങൾ മാർക്ക്ഡ് ആയിട്ട് കാണിക്കുകയില്ല. അതെല്ലായിടത്തും NITയുടെ കേസിലെ പ്രശ്നമല്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾ NITയുടെ കേസിലും അങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ. MSQ ആണെങ്കിലും ഇതിപ്പോ MSQ ആണ്, നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയിട്ട് ഒരു ക്വസ്റ്റ്യൻ അപ്പൊ 3 ഓപ്ഷൻസ് ആണ് കറക്റ്റ് തോന്നിക്കഴിഞ്ഞാൽ അത് 3 പ്രസ് ചെയ്തിട്ട് then 2 ക്ലിക്ക് ചെയ്യരുത്. ഓക്കെ, അത് 3 പോയിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ 1ഉം 2ഉം 3ഉം 3 മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് തന്നെ കൊടുക്കുക. അപ്പോഴാണ് ആ ആൻസർ രജിസ്റ്റർ ആവുക. സോ സേവ് ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, ഒരിക്കലും ചുമ്മാ ജമ്പ് ചെയ്യരുത്. അതുപോലെ ഒരു സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റൻ എത്തുമ്പോഴത്തേക്ക് B2 ഇതിന്റെ ആൻസർ ഇത് 3 ആണെങ്കിൽ ഇത് 3 ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 2 ക്വസ്റ്റൻ സെക്ഷൻ B കഴിഞ്ഞു, നേരെ സെക്ഷൻ സിയിലേക്ക് പോകാമെന്ന് കരുതിയിട്ട് ഇവിടെ കൊണ്ട് സെക്ഷൻ സി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് സെക്ഷൻ ബിയുടെ ലാസ്റ്റ് ക്വസ്റ്റൻ കൗണ്ട് ആവില്ല, നിങ്ങൾ മാർക്ക് ചെയ്ത ആൻസർ അവിടെ വരില്ല. സോ അവിടെ നിങ്ങൾ സെക്ഷൻ ബിയിലെ 3 ക്വസ്റ്റൻസ് കൊടുത്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് തന്നെ പ്രസ് ചെയ്യാം. സേവ് ആൻഡ് നെക്സ്റ്റ് ഉറപ്പായിട്ട് പ്രസ് ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ടൈം അവസാനം നിങ്ങൾ 2 തവണ ഒരുപക്ഷെ ആൻസർ ചെയ്യേണ്ടി വരും. അപ്പൊ അത് സേവ് ചെയ്യാനായിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് ഉറപ്പായിട്ട് കൊടുക്കുക. ദെൻ അടുത്ത ഒരു കാര്യം, ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഉറപ്പ് വരുത്തണം. കാരണം എല്ലാവരുടെയും മൗസ് ഒരുപോലെ ആയിരിക്കില്ല. ചിലരുടെ പറയും
സെന്ററിൽ നിന്ന് പറയാം മൗസിന്റെ ഏറ്റവും അറ്റത്ത് പ്രസ് ചെയ്യണം, അങ്ങനെ ഇഷ്യൂസ് ഒക്കെ പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും സൂക്ഷിച്ച് ആ കോളത്തിൽ പ്രസ് ചെയ്തതിന് ശേഷം ആ പ്രസ് ചെയ്ത് അവിടെ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. പ്രത്യേകിച്ച് MS-ന്റെ കേസിൽ ഒന്നല്ല, നിങ്ങൾക്ക് 3 ഓപ്ഷനൊക്കെ മാർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ അതൊന്ന് സമയം എടുത്തോട്ടെ. നിങ്ങൾ ആ 3 ഓപ്ഷൻസ് കറക്റ്റ് നോക്കി തന്നെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ 3 ഓപ്ഷൻ നിങ്ങൾ കറക്റ്റ് നോക്കി തന്നെ അത് 1, 2, 3 മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ബ്ലൂ ടിക്ക് അവിടെ വീണു ഉറപ്പ് വരുത്തിയിട്ട് ശേഷം മാത്രം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മുന്നേ പറഞ്ഞതുപോലെ നിങ്ങൾ 3 മനസ്സിൽ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ക്ലിക്ക് ചെയ്തപ്പോൾ 2 വന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അത് വീണ്ടും നമ്മുടെ സ്കോറിനെ ബാധിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കാം. എപ്പോഴെങ്കിലും നിങ്ങളുടെ മൗസിന്റെ ഇറസ്പോൺസീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ്, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ ഇവിടെ B2വിന്റെ അടുത്ത് എത്തി, ഇവിടെ ക്ലിക്ക് ചെയ്തു, വീഴുന്നില്ല, 1, 2, 3 3 തവണ പ്രസ് ചെയ്തിട്ട് നിങ്ങളുടെ മാർക്കർ വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് 1 or 2 ടൈംസ് അത് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇൻഡിവിജ്വൽ അടുത്ത് പറയാം. അതിൽ യാതൊരു പടിയും വിചാരിക്കരുത്. മൗസ് മാറ്റുന്ന സമയത്ത് എക്സാം എഴുതാൻ സമയം പോകുമോ അങ്ങനെ നിങ്ങൾ കരുതുകയോ ചെയ്യരുത്. അവർ നിങ്ങളുടെ മൗസ് മാറ്റുകയോ അല്ലെങ്കിൽ സെർവർ ഓഫ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മിസ്സാകുന്ന ടൈം എക്സ്ട്രാ കിട്ടും. കാരണം ഇപ്പൊ കഴിഞ്ഞ ഗേറ്റ് എക്സാമിന് ഒരുപാട് പേർക്ക് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വേണ്ട രീതിയിൽ ആ പ്രസ്സിങ് അവിടെ പ്രോപ്പർലി നടക്കാതെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ 2 തവണ പ്രസ് ആവും. ഒരു സിംഗിൾ പ്രസ് തന്നെ ഡബിൾ ആയിട്ട് കൗണ്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ ഇവിടെ പ്രസ് ചെയ്തു, ഒരു തവണ പ്രസ് ചെയ്താൽ B2 ക്ലിക്ക് ആവും, ഒന്നുകൂടെ പ്രസ് ചെയ്താൽ B2 പോകും. അപ്പോ ഡബിൾ ടാപ്പ് ആയി കഴിഞ്ഞാൽ എഗെയിൻ ഇത് തന്നെ സംഭവിക്കാം, സെലക്ട് ആയിട്ട് വീണ്ടും ഡീസെലക്ട് ആയി. അപ്പൊ അത് ശ്രദ്ധിക്കുക. ചില സമയത്ത് ഓട്ടോമാറ്റിക്കലി ഡബിൾ പ്രസ് ഒക്കെ ആയി പോകാറുണ്ട്. അപ്പൊ അത് 1-2 തവണയൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും ഇൻഡിവിജ്വലായിട്ട് പറഞ്ഞിട്ട് മൗസ് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അതിൽ നിങ്ങൾ യാതൊരു മടിയും വിചാരിക്കരുത്. അവര് നിങ്ങളോട് വന്നിട്ട് ഇത് സെർവർ ചിലപ്പോൾ ഓഫ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മിസ്സാകുന്നത് 3 മിനിറ്റ് ആണെങ്കിൽ അവസാനം 3 മിനിറ്റ് കിട്ടും. അതേപോലെ ചില സമയത്ത് നിങ്ങളുടെ കാലിനോട് ചേർന്നായിരിക്കും UPS ഒക്കെ ഇരിക്കുക, CPU ഒക്കെ ഇരിക്കുക. അപ്പൊ മേ ബി ചില സമയത്ത് ചെറിയ ലൂസ് കോണ്ടാക്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സിസ്റ്റം ഓഫ് ആയപ്പോ കണ്ടപാടെ പാനിക് ആകാൻ നിൽക്കരുത്. ഓക്കെ, ഒരു കാരണവശാലും പാനിക് ആകരുത്. കാരണം നിങ്ങളുടെ സ്ക്രീൻ വിസിബിലിറ്റി പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ടൈം നിങ്ങൾക്ക് എക്സ്ട്രാ ലാസ്റ്റിൽ കിട്ടും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് സമയനഷ്ടം ഒന്നും വരില്ല. അവിടെ അൺവാണ്ടഡ്ലി പാനിക് ആകരുത്. കാരണം സാറ് പറഞ്ഞ പോലെ ആ 3 അവർ നിങ്ങൾ പോയി എഴുതുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ആ 3 അവർ ഒരിക്കലും നിങ്ങൾ അൺവാണ്ടഡ്ലി പാനിക് ആകരുത്. അതിനു വേണ്ടിയിട്ട് ഈ പറഞ്ഞ സിസ്റ്റത്തിന്റെ സ്ക്രീൻ വിസിബിലിറ്റി പോയാലോ മൗസ് വർക്ക് ആകാതായാലോ പ്രോപ്പർലി സമയത്ത് ധൈര്യമായിട്ട് ഇൻഡിവിജ്വൽ എടുത്ത് പറയാം. അല്ലാതെ നിങ്ങൾ അവർ അടുത്ത് വരുമ്പോൾ പറയാന്ന് പറഞ്ഞ് മടി പിടിച്ചിരിക്കരുത്. നിങ്ങളത് ഓപ്പൺലി അവർ എത്രയും പെട്ടെന്നാണ് നിങ്ങൾ പ്രശ്നം നോട്ടീസ് ചെയ്യുക അത് അപ്പോൾ തന്നെ പറയുക, അവരിത് എത്രയും വേഗം തന്നെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോ ആ കാര്യം ശ്രദ്ധിക്കുക. മൗസിന്റെ ഗോസ്റ്റ് ക്ലിക്ക് എന്ന് തന്നെ പറയാം. 1, 2 ഒരു ഗോസ്റ്റ് ക്ലിക്ക്, ഒരു ക്ലിക്കിൽ തന്നെ 2 വരും. അത് നിങ്ങൾക്ക് ഇനീഷ്യലി തന്നെ അറിയാൻ പറ്റും. നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുമ്പോൾ 2 0 ഒക്കെ ചിലപ്പോൾ എക്സ്ട്രാ വീഴും. അത് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ഫസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ എക്സാമിന് മുന്നേ നിങ്ങൾ ആ പ്രശ്നം നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. അപ്പൊ അതിന് യൂഷ്വലി പറയാറുണ്ട്, നിങ്ങൾ അഡ്മിൻ പേജിൽ എത്തി കഴിയുമ്പോൾ അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചുമ്മാ കുറച്ച് നമ്പേഴ്സ് പ്രസ് ചെയ്യുക, 2 ടൈപ്പ് ചെയ്യുക, 4 ടൈപ്പ് ചെയ്യുക, ബാക്ക് സ്പേസ് അടിച്ചു നോക്കുക. ഇതൊക്കെ ഒറ്റ ക്ലിക്കിൽ പ്രോപ്പർലി വരുന്നുണ്ടോ, അവിടെ വെച്ചാണ് നിങ്ങൾക്ക് മൗസ് വെരിഫൈ ചെയ്യാം. സോ ഫസ്റ്റ് എക്സാം തുടങ്ങുന്നതിന് മുന്നുള്ള 20 മിനിറ്റിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൗസിന്റെ ഫംഗ്ഷനാലിറ്റി ചെക്ക് ചെയ്യാനാണ്. എന്നിട്ട് എഗെയിൻ എക്സാമിനേഷൻ പിന്നീട് പ്രശ്നം വന്നാൽ നിങ്ങൾക്ക് വീണ്ടും പറയാം. ബട്ട് എക്സാമിന് മുന്നേ തന്നെ നിങ്ങൾ ആ ഇരിക്കുന്ന ടൈമിൽ മൗസ് ഒക്കെ എല്ലാ ബട്ടണും പ്രസ് ചെയ്ത് അത് പ്രോപ്പർ ആണെന്ന് ഉറപ്പുവരുത്തും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മൾട്ടിപ്പിൾ പ്രസിന്റെ കേസുകളും നിങ്ങൾ പ്രസ് ചെയ്താൽ വരാത്ത ഇഷ്യൂസും ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതാണ് അടുത്ത കാര്യം. സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, ദെൻ ഇത് പറഞ്ഞു. അതുപോലെ NATയുടെ കേസിൽ ഇപ്പോൾ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പിലേക്ക് എത്തുമ്പോൾ ഇവിടെയും നിങ്ങൾക്ക് ആൻസർ 89.5 ചുമ്മാ 89.5 ആണ് നിങ്ങളുടെ 89.5 ആണ് നിങ്ങളുടെ ആൻസർ എങ്കിൽ അത് പ്രസ് ചെയ്തിട്ട് വീണ്ടും സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. പക്ഷെ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പിൽ യൂഷ്വലി പ്രശ്നമില്ല. നിങ്ങൾ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹോപ്പ് ചെയ്താലും ആൻസർ കൗണ്ട് ചെയ്യും. ഓക്കെ, നോക്കി ഇവിടെ 1 ഞാൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തില്ല. ഞാൻ യൂഷ്വലി ചുമ്മാ ജമ്പ് ചെയ്താലും ശരി. ഇപ്പൊ 98 കൊടുത്തിട്ട് ഞാൻ നേരെ ജമ്പ് ചെയ്തു 12ലേക്ക്, അത് യൂഷ്വലി കൗണ്ട് ചെയ്യും. പക്ഷെ എങ്ങനെ നിങ്ങൾ ആ റിസ്ക് എടുക്കാൻ നിൽക്കേണ്ടതാണ് എന്റെ പക്ഷം. നിങ്ങൾ 3 ഇതാണ് ആൻസർ എങ്കിൽ സേവ് ആൻഡ് നെക്സ്റ്റ് തന്നെ കൊടുത്ത് അടുത്തടുത്തേക്ക് പോവാം. ഓക്കെ, സോ അത് 3ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. സേവ് ആൻഡ് നെക്സ്റ്റ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. MSQL പ്രസ്സിങ്സ് അത് ഇമ്പോർട്ടന്റ് ആണ്. MCQ കേസ് അതേപോലെ MCQ ഇപ്പൊ നിങ്ങൾ ഇതാണ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് തോന്നി നിങ്ങളത് മാർക്ക് ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ ഇപ്പൊ എത്രയാ? 16 ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ കാണാം. 16th ക്വസ്റ്റ്യൻ നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കും. എന്നിട്ട് 16th ക്വസ്റ്റ്യനിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ ആൻസർ ഇതല്ല, ആൻസർ മാറ്റി അടുത്തത് കൊടുക്കണം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അടുത്തൊരു ഓപ്ഷനിലേക്ക് പ്രസ് ചെയ്താൽ മതി. പക്ഷെ ചില സമയത്ത് മേ ബി ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഓൾറെഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലിട്ട് പ്രസ് ചെയ്താൽ ചിലപ്പോൾ അത് മാറില്ല. കാണുന്നുണ്ടോ? ഞാൻ പ്രസ് ചെയ്താൽ അത് മാറുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ ഇത് ഞാൻ ഗസ് വർക്ക് ചെയ്തതാണ്, എനിക്ക് ഇത് അറ്റംപ്റ്റ് ചെയ്യണം ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യേണ്ടതാക്കണം. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ചുമ്മാ ഒരു തവണ പ്രസ് ചെയ്താൽ അത് പോവില്ല.
അപ്പൊ നിങ്ങൾ പ്രസ് ചെയ്തുകൊണ്ട് അത് പോയി എന്ന് കരുതി സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് അടുത്തതിലേക്ക് പോകരുത്. അത് അപ്പോഴും റെക്കോർഡായിട്ട് തന്നെ കിടക്കും. സോ ആ സമയത്താണ് നിങ്ങൾ കാണുന്നുണ്ട് താഴെ റൈറ്റ് സൈഡിൽ ക്ലിയർ റെസ്പോൺസിന്റെ ഓപ്ഷൻ കാണുന്നുണ്ട്. ഈ ക്ലിയർ റെസ്പോൺസ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ മാർക്കിംഗ് പോകും. അപ്പോൾ മാർക്ക് ചെയ്തൊരു സംഗതി റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ക്ലിയർ റെസ്പോൺസ് യൂസ് ചെയ്താൽ മതി. ഇവിടെ മാർക്ക് ചെയ്തു, അപ്പൊ അത് റിമൂവ് ചെയ്യണമെങ്കിൽ ക്ലിയർ റെസ്പോൺസ് തന്നെ കൊടുത്താൽ മതി. അല്ലാതെ പ്രസ് ചെയ്തതിന്റെ പുറത്ത് വീണ്ടും വീണ്ടും പ്രസ് ചെയ്തിരുന്ന് കഴിഞ്ഞാൽ ഇത് എന്താകില്ല, അത് റിമൂവ് ആകില്ല. അടുത്തടുത്ത് പ്രസ് ചെയ്താൽ അത് അങ്ങോട്ടേക്ക് മാർക്കർ പോവുകയും ചെയ്യും. സോ 4 ഓപ്ഷനും ഡീസെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിംപ്ലി ആ ക്ലിയർ റെസ്പോൺസ് എന്നുള്ള ബട്ടണായിട്ട് നിങ്ങൾ പ്രസ് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സിയിൽ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ നിങ്ങൾ പറഞ്ഞത്? പാലറ്റ് റിമൂവ്, ഈ സൈഡിൽ കാണുന്ന ക്വസ്റ്റ്യൻ സെക്ഷൻ റിമൂവ് ചെയ്യാനായിട്ട് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അതേപോലെ സെക്ഷൻ ബിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എത്തിയിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി സെക്ഷൻ സിയിലോട്ട് പോയിക്കോളും. നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി സെപ്പറേറ്റ് പോകാം. ബട്ട് അഗെയിൻ നിങ്ങൾ ഇതുപോലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എത്തിയിട്ട് വീണ്ടും സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ അത് വീണ്ടും സെക്ഷൻ എയിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എത്തുകയും ചെയ്യും. ഓക്കെ, അപ്പൊ സെക്ഷൻ വൈസ് നിങ്ങളായിട്ട് ഹോപ്പ് ചെയ്യേണ്ട. നിങ്ങൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ആയിരിക്കും. അപ്പൊ കളർ പാറ്റ് റിമൂവ് ചെയ്യുന്നത് പറഞ്ഞു. പിന്നെ ചില സമയത്ത് ഈ പറഞ്ഞ സ്ക്രോളിംഗ് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും, താഴെ വരെ പോകുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ അതിനാണ് ഇവിടെ മുകളിൽ ചെറിയൊരു ബ്ലൂ ആരോ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഏറ്റവും ക്വസ്റ്റ്യൻ ഏറ്റവും താഴെ എത്തും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആദ്യം കണ്ട ക്വസ്റ്റ്യൻ അത്യാവശ്യം ലോങ് ആയിരുന്നല്ലോ. സോ ആ ക്വസ്റ്റ്യനകത്ത് ഏറ്റവും താഴെ വരെ സ്ക്രോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മൗസ് ഇത്ര ഫംഗ്ഷനിങ് അല്ലെങ്കിൽ ഒരുപക്ഷെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോലെ ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് ജസ്റ്റ് ഈ ഒരു സ്ക്രോൾ ഡൗൺ ബട്ടൺ പ്രസ് ചെയ്താൽ മതി, അത് ഏറ്റവും താഴത്തേക്ക് എത്തിക്കും. അതേപോലെ സ്ക്രോൾ അപ്പ് പ്രസ് ചെയ്താൽ അത് ഏറ്റവും മുകളിലേക്ക് എത്തും. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ നിങ്ങൾ എക്സാം ഹോളിൽ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഈ 2 കാര്യങ്ങൾ പാലറ്റ് ഷട്ട് ഓഫ് ചെയ്യുന്നത്. ദെൻ മാർക്ക് ഫോർ റിവ്യൂവിന്റെ കാര്യം നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അറിയാത്ത ക്വസ്റ്റ്യൻ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ട് പോവാം. അപ്പൊ അതിൽ പലർക്കുള്ള സംശയമാണ്, സെക്ഷൻ എ MCQലെ ഈ ഒരു ക്വസ്റ്റ്യന് ഒന്നാമത്തെ ആൻസർ മാർക്ക് ചെയ്തു, ബട്ട് എനിക്ക് സംശയം ഇത് സീറോ സ്ലോ പോയിന്റ് എനർജി ഇലക്ട്രോൺ ആണോ, ഹൈഡ്രജൻ ആറ്റം ആണോ, അതോ ഹീലിയം ആണോ, സംശയം തോന്നി. അപ്പൊ ഞാൻ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ട് നെക്സ്റ്റ് അടിച്ചു. അപ്പൊ അവിടെ 7ന്റെ താഴെ ഒരു ഗ്രീൻ കളർ നിങ്ങൾ കണ്ടല്ലോ. അതിനർത്ഥം നിങ്ങൾ 3 അവർ ആകുമ്പോഴത്തേക്ക് ഇത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതും കൗണ്ട് ചെയ്യപ്പെടും. മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ട് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങളുടെ ഫൈനൽ സ്കോറിലേക്ക് കൺസിഡർ ചെയ്യപ്പെടും. പക്ഷെ 9th ക്വസ്റ്റ്യൻ സേ നിങ്ങൾ ഇതിൽ സംശയം തോന്നി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു, എന്നിട്ട് മാർക്ക് ചെയ്തില്ല, ലാസ്റ്റ് നോക്കാമെന്ന് കരുതി മാർക്ക് ഫോർ റിവ്യൂ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് പോസിറ്റീവും കിട്ടില്ല, നെഗറ്റീവും കിട്ടില്ല, അത് അൺഅറ്റംപ്റ്റഡ് ആയിട്ട് കൂട്ടും. നിങ്ങൾ അത് അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല കൂട്ടും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നേ കൂട്ടും. അത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് കിട്ടും, നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റോങ് ആണെങ്കിൽ അതിന്റെ നെഗറ്റീവ് കിട്ടുകയും ചെയ്യും. സോ മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് മാർക്ക്ഡ് ആണെന്നുണ്ടെങ്കിലും അത്രയും ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് നിങ്ങളുടെ ഫൈനൽ സ്കോറിലേക്ക് കൺസിഡർ ചെയ്യുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഓവറോൾ നിങ്ങളുടെ സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സിയിൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഞാൻ ഇനി കാൽക്കുലേറ്റർ ആണ് പറയാൻ പോകുന്നത്. അപ്പൊ അതിന് മുന്നേ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഇതിലേക്ക് ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? സർ, ആ മാർക്ക് ഫോർ റിവ്യൂ പറഞ്ഞത് ഒരു കൂടെ പറയൂ. മാർക്ക് ഫോർ റിവ്യൂന്റെ കേസസ് ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു, സിസ്റ്റം വിത്ത് ലോ 0 എനർജി. അപ്പൊ ഈ 4 ഓപ്ഷൻസിനകത്ത് ഏതാണെന്നൊരു സംശയം. അപ്പോൾ ഫസ്റ്റ് മനസ്സ് പറഞ്ഞു ഇലക്ട്രോൺ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഇലക്ട്രോൺ ആയിരിക്കും, എന്നാലും കുഴപ്പമില്ല, ലാസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നോക്കാം. അതാണ് മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ്. എന്ന് വെച്ചാൽ ഇത് റിവ്യൂവിന് വേണ്ടി മാർക്ക് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോവാം. അപ്പോൾ ഇപ്പൊ നോക്കുമ്പോൾ മനസ്സിലാകും 7ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. കളർ പാലറ്റിൽ 70% പർപ്പിളും കിടപ്പുണ്ട്, അത് കൂടാതെ താഴെ ഒരു ചെറിയ ഗ്രീനും കിടപ്പുണ്ട്. അപ്പൊ ഇത് കാണിക്കുന്നത് എന്താ? ആൻസേർഡ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ. നിങ്ങൾ അത് ആൻസർ ചെയ്തിട്ടുണ്ട്, മാത്രമല്ല അടുത്ത റൗണ്ട് വരുമ്പോഴത്തേക്ക് ഒന്നും കൂടെ നോക്കണം എന്നുള്ള ആംഗിളിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പൊ അതാണ് അവിടെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുള്ളത്, വിൽ ഓൾസോ ബി ഇവാലുവേറ്റഡ്. അതും ഇവാലുവേറ്റ് ചെയ്യപ്പെടും. അത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് പ്ലസ് കിട്ടും, അത് റോങ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് നെഗറ്റീവും കിട്ടും. അല്ലാതെ അത് കൺസിഡർ ചെയ്യപ്പെടാതെ പോകുന്നതല്ല. റെഡ് കളറിൽ കിടക്കുന്നതെല്ലാം കൺസിഡർ ചെയ്യില്ല. സിമ്പിൾ പർപ്പിളിൽ നിങ്ങൾ മാർക്ക് ഫോർ റിവ്യൂ മാത്രം കൊടുക്കും. അതിനർത്ഥം ഇത് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ടുണ്ട്, ആൻസർ ചെയ്തിട്ടില്ല. സോ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങളുടെ ഫൈനൽ സ്കോറിലേക്ക് കൺസിഡർ ചെയ്യില്ല. പക്ഷെ ഈ പർപ്പിൾ വിത്ത് ഗ്രീനും കൺസിഡർ ചെയ്യും, ഗ്രീനും കൺസിഡർ ചെയ്യും, റെഡും പർപ്പിളും കൺസിഡർ ചെയ്യില്ല. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ പ്ലസ് കിട്ടും, റോങ് ആണെങ്കിൽ അതിന് നെഗറ്റീവ് കിട്ടുകയും ചെയ്യും. ഓക്കെ ആണോ? അത് യൂഷ്വലി ടൈം സേവ് ചെയ്യാനാണ് യൂസ് ചെയ്യുക. ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് 30 ക്വസ്റ്റ്യൻ കിടക്കുകയാണ്. ഇതിൽ അറിയാവുന്ന മനസ്സിൽ സംശയം തോന്നിയൊരു 4-5 ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പർപ്പിള് മാർക്ക് ചെയ്തിട്ടാൽ നെക്സ്റ്റ് റൗണ്ട് വരുമ്പോഴത്തേക്ക് ആ പർപ്പിള് മാത്രം പോയാൽ മതി. ചുമ്മാ എല്ലാം റെഡ് പോയി നോക്കി ഇതിൽ അറിയാവുന്നതാണ് അറിയാത്ത ഏതാണെന്ന് വീണ്ടും വീണ്ടും നോക്കാതിരിക്കാൻ പർപ്പിള് മാർക്ക് ചെയ്ത് മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് സെക്കൻഡ് റൗണ്ട് വരുമ്പോഴത്തേക്ക് അത് നോക്കാൻ എളുപ്പമാവും. പർപ്പിള് മാത്രം ഒരു റൗണ്ട് നോക്കിപ്പോവാം. സംശയം ഉള്ളതാണല്ലോ നിങ്ങൾ ഓൾറെഡി മാർക്ക് ചെയ്തത്. ഓക്കെ അല്ലേ?
സാർ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ എവിടുന്ന് കൊടുത്തില്ലേ? അത് അത് എവിടുന്ന്? ടോപ്പ് റൈറ്റ് സൈഡിൽ കണ്ടോ? വ്യൂ ഇൻസ്ട്രക്ഷൻസ് ലെഫ്റ്റ് സൈഡിൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഓക്കെ ഓക്കെ. അത് ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ക്ലിക്ക് ചെയ്താൽ കാണാം. അവിടെ ഓർക്കുക, നിങ്ങളുടെ മൗസിന്റെ സ്ക്രോളിംഗ് യൂഷ്വലി വർക്ക് ചെയ്യില്ല കേട്ടോ. ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ആക്ച്വൽ എക്സാം ഹോളിൽ മൗസിന്റെ സ്ക്രോളിംഗ് വർക്ക് ചെയ്യേണ്ടതല്ല. അപ്പോഴും ആ റൈറ്റ് സൈഡിൽ ചെറിയ സംഗതി ആണ് നിങ്ങൾ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് താഴേക്ക് ആക്കുക. ഓക്കെ അല്ലേ? അത് ഹോൾഡ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരുമ്പോഴാണ് കാണാൻ. ഓക്കെ, അത് ക്വസ്റ്റ്യൻ പേപ്പർ കാണാനേ പറ്റുള്ളൂ കേട്ടോ, അല്ലാതെ അവിടെ നിങ്ങൾക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ വായിക്കാൻ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റൂ. ഓക്കെ, വേറെ അതെല്ലാം ക്ലിയർ ആണെങ്കിൽ ഞാൻ ഈ കാൽക്കുലേറ്ററിന്റെ കേസ് പറയാം. അപ്പോ കാൽക്കുലേറ്ററിന്റെ കേസിൽ ഓക്കെ അല്ലേ? കാൽക്കുലേറ്റർ പറയാം. കാൽക്കുലേറ്റർ ഇവിടെയാണ് ഉണ്ടാവുക. ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ താഴെ റൈറ്റ് സൈഡിൽ തൊട്ട് ഇവിടെയാണ് നിങ്ങളുടെ കാൽക്കുലേറ്റർ കാണുക. കാണുന്നുണ്ടോ? നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ഒന്നും ഇപ്പൊ ആക്ച്വൽ എക്സാം ഹോളിൽ കാണുമെന്ന് അറിയില്ല, മോസ്റ്റ്ലി കാണാൻ വേണ്ടിയില്ല. ഇവിടെ എന്തുണ്ടാവും? കാൽക്കുലേറ്റർ കാണും. നിങ്ങൾ ആ ബട്ടൺ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് കാൽക്കുലേറ്റർ നേരെ പോപ്പായിട്ട് ഫ്രണ്ടിലേക്ക്. അപ്പൊ അത് നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ട് ഇടരുത്. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആയിരിക്കും മറന്നു കിടക്കുക. അത് സേഫ് ആയിട്ട് ഒരു ടോപ്പ് റൈറ്റ് ലൊക്കേഷൻസിലേക്ക് നിങ്ങൾ മാറ്റിയിടുക. നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് മാറ്റാനായിട്ട് മാറ്റി ഏതെങ്കിലും നിങ്ങളെ എക്സാമിനായിട്ട് ഇന്റർഫിയർ ചെയ്യാത്ത ഒരു ലൊക്കേഷനിലേക്ക് കാൽക്കുലേറ്റർ മാറ്റിയും കിട്ടേക്കാം. അപ്പൊ ആവശ്യമുള്ളപ്പോൾ എടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യന് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ആ കാൽക്കുലേറ്റർ വാനിഷ് ആവും. പക്ഷെ വീണ്ടും നിങ്ങൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ആ കാൽക്കുലേറ്റർ ഏകദേശം ആ ഒരു സെന്റർ പൊസിഷനിലേക്ക് തന്നെ ആയിരിക്കും വീണ്ടും വീണ്ടും വരിക. ഓക്കെ, കാൽക്കുലേറ്റർ കൊളാപ്സ് ചെയ്യിക്കണമെങ്കിൽ ഒന്നുകിൽ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ആ കാൽക്കുലേറ്റർ ബട്ടണിൽ തന്നെ ഒന്നും കൂടി പ്രസ് ചെയ്താലും മതി. ഓക്കെ, സോ ഈ കാൽക്കുലേറ്ററിൽ ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഒരു യൂഷ്വൽ സയന്റിഫിക് കാൽക്കുലേറ്റർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഫോർ എക്സാമ്പിൾ എനിക്ക് സൈൻ 60 കണ്ടുപിടിക്കും, സൈൻ 60 അല്ലെങ്കിൽ സൈൻ 30 കണ്ടുപിടിക്കും. നമ്മൾ ചെയ്യുന്നത് ഇതാണ്, ഫസ്റ്റ് സൈൻ ടൈപ്പ് ചെയ്യും, പിന്നെ 30 ടൈപ്പ് ചെയ്യും, ഈക്വൽ ടു അടിക്കും. ഇവിടെ അത് വർക്ക് ആകില്ല. കാരണം ഈ കാൽക്കുലേറ്റേഴ്സിന്റെ കേസിൽ ഒരിക്കലും ആദ്യം ഫംഗ്ഷനും പിന്നെ നമ്പറും അല്ല, ആദ്യം നമ്പറും പിന്നീടാണ് ഫംഗ്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് സൈൻ 30യുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ സൈൻ 30 എന്നല്ല കൊടുക്കേണ്ടത്. സൈൻ 30 കൊടുത്താൽ ഒന്നും സംഭവിക്കാം. നിങ്ങൾ ചെയ്യേണ്ട എന്താ? ആദ്യം നമ്പർ കൊടുക്കുക 30. നിങ്ങൾക്ക് 30യുടെ സൈൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. 30 ദെൻ സൈൻ, അപ്പോഴാണ് വാല്യൂ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ സപ്പോസ് എനിക്ക് 2ന്റെ ലോഗരിതം കണ്ടുപിടിക്കണം. നിങ്ങൾ ലോഗ് അടിച്ചിട്ട് പിന്നീട് 2 കൊടുത്താൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മനസ്സിലായത്? ലോഗ് അടിച്ചു ദെൻ 2 കൊടുത്തു, ഒന്നും വരില്ല. സോറി, ഇതാണ് ലോഗ്, LOG. ലോഗ് അടിച്ചു ദെൻ 2 കൊടുത്തു, ഒന്നും വരില്ല. നിങ്ങൾ സിംപ്ലി ലോഗ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ സിസ്റ്റം ലോഗ് 0 ആയിട്ട് കൺസിഡർ ചെയ്യും. ചെയ്യേണ്ട എത്രയാണ്? 2 പ്രസ് ചെയ്യുക ദെൻ ലോഗ് കൊടുക്കുക, അപ്പോഴാണ് കറക്റ്റ് ആൻസർ. 2 പ്രസ് ചെയ്യുക ദെൻ LN കൊടുക്കുക, അപ്പോഴാണ് കറക്റ്റ് ആൻസർ. സോ അതാണ് പറയുന്നത്, അത് ഫസ്റ്റ് നമ്പർ ദെൻ ഫംഗ്ഷൻ. ആദ്യം നമ്പർ ടൈപ്പ് ചെയ്യണം, പിന്നീട് ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യണം. ഇപ്പൊ റിവേഴ്സ് മോഡിലാണ് വർക്ക് ചെയ്യുക. നിങ്ങളുടെ സയന്റിഫിക് കാൽക്കുലേറ്റർ പോലെയല്ല. അവിടെ നിങ്ങൾ ലോഗ് 10 എടുക്കണമെന്നുണ്ടെങ്കിൽ ലോഗ് അടിച്ചിട്ട് 10 കൊടുക്കും, ഇവിടെ ഒന്നും വരില്ല. നിങ്ങൾ ഫസ്റ്റ് 10 അടിച്ചിട്ട് പിന്നീട് വേണം ലോഗ് പ്രസ് ചെയ്യാൻ, അപ്പോഴാണ് കറക്റ്റ് ആൻസർ കിട്ടും. സോ ഫസ്റ്റ് നമ്പർ ദെൻ ഫംഗ്ഷൻ. അപ്പൊ നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിന് ശേഷമോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നാളെ ടൈം ആയിട്ട് ഈ കാൽക്കുലേറ്റർ ഒന്ന് യൂസ് ചെയ്യാം. ഒരിക്കലും എക്സാം ഹോളിൽ ഫ്രഷ് ആയിട്ട് പോയി കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ഇട വരരുത്. അത് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അതാണ് ഒന്നാമത്തെ, അത് ഫസ്റ്റ് നമ്പർ ആൻഡ് ദെൻ ഫംഗ്ഷൻ. അപ്പൊ എനിക്ക് 3 സ്ക്വയർ ഒക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ 3 പ്രസ് ചെയ്യുക, ദെൻ 2 തരത്തിൽ പറ്റും. അപ്പോൾ അതിൽ ഏറ്റവും എളുപ്പമുള്ള വഴി 3 എടുത്തിട്ട് നിങ്ങൾ എക്സ് സ്ക്വയർ ഉണ്ടല്ലോ, എസ് സ്ക്വയർ ബട്ടൺ പ്രസ് ചെയ്യും. ഓക്കെ, എനിക്ക് 3 സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ 3 ആൻഡ് ദെൻ സ്ക്വയർ, 3 ആൻഡ് ദെൻ സ്ക്വയർ. അല്ലെങ്കിൽ എനിക്ക് 45ന്റെ ക്യൂബ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 45 ആൻഡ് ദെൻ ക്യൂബ്, ക്യൂബിനോട്ട് ഡയറക്റ്റ് ബട്ടൺ കിടക്കും, 45 ക്യൂബ്. അപ്പൊ അത് സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്, ചേഞ്ച് ഒന്നുമില്ല. 45 ദെൻ ക്യൂബ്. അപ്പോ ഇവിടെ ഒരു കാര്യം, 2 ബട്ടൺസ് ഉണ്ട്. നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന 986 ടൈപ്പ് ചെയ്യേണ്ടതിന് പകരം നിങ്ങൾ 985 ടൈപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇത് മാറ്റി 986 ആക്കും. അപ്പൊ ഒരിക്കലും പോയിട്ട് സി പ്രസ് ചെയ്യരുത്. സി എന്താ? ക്ലിയർ ആ, മൊത്തം അങ്ങ് പോകും. നിങ്ങൾ വീണ്ടും 985 ടൈപ്പ് ചെയ്യേണ്ടി വരും. കാരണം ഓരോ മൗസ് ബട്ടൺ ക്ലിക്കിങ്ങിന് സമയം എടുക്കും. നിങ്ങൾക്ക് അറിയാലോ, ഇതിപ്പോ ജസ്റ്റ് 985 ക്ലിക്ക് ചെയ്യാൻ തന്നെ സമയം എടുത്തു. മൊബൈൽ ആവുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ 2 വിരൽ യൂസ് ചെയ്ത് വേഗത്തിൽ ചെയ്യാം, ആ സ്പീഡ് കിട്ടില്ല. അപ്പൊ കഴിവതും ഫുൾ ക്ലിയർ പ്രസ് ചെയ്യാതെ 985 ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് മാറ്റി 6 ആക്കണമെങ്കിൽ ജസ്റ്റ് ബാക്ക് സ്പേസ് അടിച്ച് 6 കൊടുക്കും. ഇതിപ്പോ ചെറിയ നമ്പർ ആയിട്ട് അത്രേ ഉള്ളൂ, പ്രശ്നങ്ങളൊന്നുമില്ല. ബട്ട് വലിയ നമ്പർ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 96 ഇങ്ങനെ നമ്പർ ടൈപ്പ് ചെയ്തപ്പോൾ ഇതിനിടയിൽ 5 തിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 1 2 3 4 പോയിട്ട് 5 8 5 അങ്ങനെ നമ്പർ ടൈപ്പ് ചെയ്യാം. ഇത് കംപ്ലീറ്റ് ഇറേസ് ചെയ്യേണ്ടത് അത്യാവശ്യ ഘട്ടമാണെങ്കിൽ മാത്രം ചെയ്യും.
അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബാക്ക് സ്പേസ് യൂസ് ചെയ്യുക. സിംഗിൾ നമ്പേഴ്സിനെ കാണാനാണ് ബാക്ക് സ്പേസ് ഉപയോഗിക്കുക. അതേപോലെ 10 × 6980 ചെയ്തെന്ന് വിചാരിക്കുക, 6980. അപ്പൊ അങ്ങനെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 6980 മാനിപ്പുലേറ്റ് ചെയ്യണം. പക്ഷേ അതിന് 6980ക്ക് പകരം 6981 ആക്കണമെന്ന് വെച്ചാൽ അവിടെ ബാക്ക് സ്പേസ് വർക്ക് ചെയ്യില്ല. നിങ്ങൾ എത്ര പ്രസ് ചെയ്താലും ആ ബാക്ക് സ്പേസ് വർക്ക് ചെയ്യില്ല. കാരണം ഇപ്പൊ കിട്ടിയ ഒരു റിസൾട്ടാണ്. നിങ്ങൾ 10 × 698 ചെയ്തതിന്റെ റിസൾട്ട് ആണ് അവിടെ ആൻസർ ആയിട്ട് 6980 എന്ന് കണ്ടത്. അവിടെ നിങ്ങൾ ബാക്ക് സ്പേസ് ക്ലിക്ക് ചെയ്താൽ ഒന്നും നടക്കില്ല. ഞാൻ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒന്നും മൂവ് ആകില്ല. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ടുകളെ മാത്രമേ നിങ്ങൾക്ക് മാറ്റാൻ പറ്റൂ. ഞാൻ 9856 ഞാൻ ടൈപ്പ് ചെയ്തത്, അതിന് എനിക്ക് ബാക്ക് സ്പേസ് അടിച്ചിട്ട് 9878 ഒക്കെ ആക്കാം. പക്ഷെ 9878 × 6 എന്ന് കൊടുക്കുമ്പോൾ റിസൾട്ട് ആയിട്ട് വരുന്ന 592680 എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇറേസ് ചെയ്യാൻ പറ്റില്ല. അതെനിക്ക് സെപ്പറേറ്റ് ടൈപ്പ് ചെയ്തേ പറ്റും. അപ്പൊ ഇത് പ്രസ് ചെയ്തിട്ട് അയ്യോ ബാക്ക് സ്പേസ് വർക്ക് ചെയ്യുന്നില്ല മൗസുമായിട്ട് നമ്മളോട് പറയരുത്. ഓക്കെ, അത് അവിടുന്ന് കിട്ടിയ റിസൾട്ട് ആണ്, അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് കാര്യം. നിങ്ങൾ ഫംഗ്ഷൻ ഫസ്റ്റ് കൊടുത്തിട്ട് നമ്പർ കൊടുക്കുന്ന രീതി ഇവിടെ വർക്ക്ഔട്ട് ആകില്ല. ഫസ്റ്റ് നമ്പർ കൊടുക്കുക, ദെൻ ഫംഗ്ഷൻ കൊടുക്കുക. sin 25 അല്ലാന്നുണ്ടെങ്കിൽ cos 25 ഇങ്ങനെ കൊടുത്താൽ വർക്ക്ഔട്ട് ആകില്ല. ഫസ്റ്റ് നമ്പർ കൊടുക്കുക, ദെൻ കോസ് കൊടുക്കുക. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് നമ്പർ ആൻഡ് ദെൻ ഫോളോഡ് ബൈ ഫംഗ്ഷൻ. അതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് 10⁻x കണ്ടുപിടിക്കണം. 10⁻x അവിടെയും ഇത് തന്നെ 23 അല്ലെങ്കിൽ പോട്ടെ 10⁵ കണ്ടുപിടിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, 5 ക്ലിക്ക് ചെയ്യുക, ദെൻ 10⁻. ഓക്കെ, 5 ക്ലിക്ക് ചെയ്യുക, ദെൻ 10⁻ കൊടുക്കുക. അല്ലെങ്കിൽ 6 ക്ലിക്ക് ചെയ്യുക, ദെൻ 10⁻ കൊടുക്കുക. അപ്പോഴേ 10⁻6 ഒക്കെ വരും. അല്ലാതെ സിംപ്ലി 6 കൊടുത്തിട്ട് പിന്നെ 10⁻ പ്രസ് ചെയ്തിട്ട് പിന്നെ 6 കൊടുത്താലും ഒന്നും സംഭവിക്കില്ല. അതായത് റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. അത് ഓർത്തിരിക്കുക. ലോഗിന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞു. അപ്പൊ നമുക്ക് വേണ്ടാത്ത കുറച്ച് ആൾക്കാരെ ഞാൻ പറയാം. ഈ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് വേണ്ടി വരില്ല. കോസ് എച്ച്, ടാൻ എച്ച്, സൈൻ, ഹൈപ്പർബോളിക് ഇൻവേഴ്സ് ഫംഗ്ഷൻസ് യൂഷ്വലി ഇത്ര ആൾക്കാർക്ക് വേണ്ടി വരില്ല. അതേപോലെ ലോഗ് ടു ദ ബേസ് എക്സ്, 2 ടു ദ ബേസ് എക്സ്, y ടു ദ ബേസ് എക്സ്, ഇവരൊന്നും നമുക്ക് വേണ്ടി വരുന്ന ആൾക്കാരല്ല. ഈ കാണുന്ന ഈ എക്സ് പി ഇവരും വേണ്ട. നമുക്ക് യൂഷ്വലി വേണ്ടി വരുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഇത്രയും ഭാഗത്ത് ബാക്കി ഞാൻ ഈ ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരെ മാത്രമായിരിക്കും. ഓക്കെ, സോ അടുത്ത ഒരു സംഗതി എന്നുള്ളത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ സ്പെക്ട്രോസ്കോപ്പിയിലൊക്കെ പറയുകയാണെങ്കിൽ e⁻ΔE/kBt എന്നൊക്കെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് വരും. e⁻ΔE/kBt. അപ്പൊ അത് ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾ ഇത് എഴുതി e⁻ΔE/kBt എന്നൊക്കെ നിങ്ങളുടെ ബുക്കിൽ എഴുതി വെച്ചു. എന്നിട്ട് നിങ്ങൾ ഡെൽറ്റ ഇ എടുത്തപ്പോഴത്തേക്ക് അതിന്റെ കാൽക്കുലേഷൻ 65 200 അങ്ങനെ എന്തൊരു വാല്യൂ ആണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ മൈനസ് ഇടാൻ മറന്നുപോയി. മനസ്സിലായോ? e⁻ΔE/kBt അല്ല കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ അവിടെ നെഗറ്റീവ് കൊടുക്കാൻ മറന്നുപോയി. നെഗറ്റീവ് കൊടുക്കാൻ മറന്നുപോയി ചെയ്യാൻ പറ്റുന്ന 2 ഓപ്ഷൻസ്, ഒന്ന് ഫുള്ള് ഇറേസ് ചെയ്യും, എന്നിട്ട് 1 എന്ന് പറഞ്ഞാൽ ആദ്യം -65 200 കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ 65 200 ടൈപ്പ് ചെയ്തതിനെ കംപ്ലീറ്റ് നിങ്ങൾ ക്ലിയർ ചെയ്യാം, എന്നിട്ട് വീണ്ടും -65 200 ടൈപ്പ് ചെയ്യാം. പക്ഷെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഒരു പ്ലസ് ഓർ മൈനസ് ബട്ടൺ കിടപ്പുണ്ട് ഇവിടെ. അത് ക്ലിക്ക് ചെയ്താൽ പോസിറ്റീവ് ക്വാണ്ടിറ്റി നെഗറ്റീവ് ആക്കാം, നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാം. ജസ്റ്റ് ആ ബട്ടന്റെ പ്രസ് മതി. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾ ഇനീഷ്യൽ ഒരു മൈനസ് ഇടാൻ വിട്ടുപോയെന്ന് കരുതി ഒന്നും പേടിക്കണ്ട. ജസ്റ്റ് ആ ബട്ടൺ സിംഗിൾ പ്രസ്സിൽ നിങ്ങളുടെ പോസിറ്റീവ് ക്വാണ്ടിറ്റി നെഗറ്റീവ് ആക്കും. ഒന്നും കൂടെ പ്രസ് ചെയ്താൽ ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുകയും ചെയ്യും. സോ അതും യൂഷ്വലി നിങ്ങൾക്ക് എക്സാം ഹോളിൽ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ബട്ടൺ ആണ്, പ്ലസ് മൈനസ് മാറ്റി എടുക്കാനായിട്ട്. അത് അനാവശ്യമായിട്ട് യൂസ് ചെയ്യരുത്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കും. ഓക്കെ, പ്ലസ് ക്ലിക്ക് ചെയ്താൽ പ്ലസ് ആകും, ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ അത് മൈനസ് ആകും. അങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിക്കും. അതൊരു യൂസ്. ഇതിന് അടുത്ത യൂസ് നിങ്ങൾക്ക് 1/45 × 3 എടുക്കണം. ഓക്കെ, 1/45 × 3. അപ്പൊ ഞാനിപ്പോ ഇത് എടുത്തപ്പോഴത്തേക്ക് എനിക്ക് ഡയറക്റ്റ് അതിന്റെ ആൻസർ കിട്ടി, 1/45 × 3. അപ്പൊ ഞാൻ എന്താ ചെയ്തത്? യൂഷ്വലി യൂസ് ചെയ്യുന്ന പോലെ തന്നെ 1 ആദ്യം ടൈപ്പ് ചെയ്തു, എന്നിട്ട് ഡിവൈഡഡ് ബൈ ചുമ്മാ 45 × 3 നമ്മൾ ആരും കാൽക്കുലേറ്റർ യൂസ് ചെയ്യില്ല. കാരണം ഡിനോമിനേറ്ററിൽ വരുന്ന ആൾക്കാർ ഒരുമിച്ച് കിടക്കണം എന്നുള്ളത് കൊണ്ട് നമ്മളവിടെ ബോട്ട് മാസ് അത് ബ്രാക്കറ്റ് കൊടുത്തിട്ട് തന്നെ ആയിരിക്കും ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ 1 ടൈപ്പ് ചെയ്യും, ദെൻ ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റിനുള്ളിൽ 45 × 3 എന്ന് കൊടുക്കും. അപ്പൊ നോക്കിയേ, ഈ മുകളിൽ നിങ്ങൾ കാണുന്നത് ഫംഗ്ഷൻ ആണ്, താഴെ കാണുന്നത് ഔട്ട്പുട്ട് ആണ്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാകും, ഇത് 1/45 × 3. സോ 45 × 3 എന്നുള്ള ഒറ്റ കോമൺ ചങ്ക് ആണ്. അത് നേരെ ഡിനോമിനേറ്ററിൽ പോകും, ന്യൂമിനേറ്ററിൽ 1 കിടക്കും. സോ ഇവിടെ പ്ലസ് ഈക്വൽ ടു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ ആയിരിക്കും കിട്ടുക. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഇനി ഏറ്റവും എളുപ്പമുള്ള വഴി ഒന്നും അല്ല, അല്ലെങ്കിൽ ഒരാൾക്ക് മിസ്റ്റേക്ക് പറ്റി 1/45 × 3 പകരം ആൾ പ്രസ് ചെയ്ത് 45 × 3 ആണ്. അപ്പോൾ ആൻസർ കിട്ടി 135. നെക്സ്റ്റ് ചെയ്യുന്നത് എന്താ? ക്ലിയർ ചെയ്തിട്ട് 1/135 കൊടുക്കും, എന്നിട്ട് ഈക്വൽ ടു ആൻസർ കൊടുക്കും. ആൻസർ കിട്ടും, പക്ഷെ കുറെ ടൈം എടുക്കും.
അതിന് പകരം എന്ത് ചെയ്താൽ മതി? സിംപ്ലി 45/3 ആണ് നിങ്ങൾ ടൈപ്പ് ചെയ്തെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു പ്രസ് ചെയ്തിട്ട് ഇവിടെ 1/x ഒരാൾ കിടപ്പുണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്താൽ ഡയറക്ട്ലി റെസിപ്രോക്കൽ കിട്ടും. ഓക്കെ, ആ 1/x പ്രസ് ചെയ്താൽ ഡയറക്ട്ലി റെസിപ്രോക്കൽ കിട്ടും. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും റെസിപ്രോക്കൽ ചെയ്ത് കളിക്കാം. ഇതിപ്പോ റെസിപ്രോക്കൽ ആണ്, ഇത് 1/135 റെസിപ്രോക്കൽ ആണ്, അങ്ങനെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ 65/20 നിങ്ങൾക്ക് ഇത്രയും ടൈപ്പ് ചെയ്തപ്പോഴത്തേക്ക് റിസൾട്ട് കിട്ടി. പക്ഷെ വേണ്ടിയിരുന്നത് 1/65/20 ആയിരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? സിംപ്ലി 1/x ബട്ടൺ പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് റെസിപ്രോക്കൽ ആയിട്ട് മാറുകയും ചെയ്യും. സോ അതും നിങ്ങൾക്ക് എക്സാമ്പിൾ യൂസ്ഫുൾ ആവും. ഈ രണ്ടെണ്ണം അത്ര കോമൺലി പറയുന്നതല്ല, പ്ലസ് മൈനസ് 1/x. ബട്ട് അത് രണ്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ന്യൂമറിക്കൽ ഒക്കെ ചെയ്യുമ്പോൾ ഈ പ്ലസ് മൈനസ് 1/x നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരും. ഓക്കെ, ചില സമയത്ത് നിങ്ങൾക്ക് അറിയാം റെസിപ്രോക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ എല്ലാ ക്വാണ്ടിറ്റി ഒന്നേ നമുക്ക് പോയി ടൈപ്പ് ചെയ്യണ്ട, ജസ്റ്റ് ആ കിട്ടിയ റിസൾട്ട് എന്ത് ചെയ്താൽ മതി? 1/x കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റെസിപ്രോക്കൽ. സിമിലർലി പ്ലസ് മൈനസ്, അത് രണ്ടും. ദെൻ അടുത്ത ഒരു യൂസ് വരുന്നത് യൂഷ്വലി സ്ക്വയർ റൂട്ട് എടുക്കേണ്ടി വരും അല്ലെ. I = μr². അപ്പം r² എന്നുള്ളത് I/μ ആണ്, r എന്നുള്ളത് √I/μ ആണ്. നിങ്ങൾ കാൽക്കുലേഷൻ ഒക്കെ എടുത്തിട്ട് ഫൈനൽ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് 65/24 എന്ന നമ്പർ കിട്ടി. റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇവിടെ നോക്കുമ്പോൾ ഒന്നും കാണില്ല. ഇവിടെ ക്യൂബ് റൂട്ട് ഉണ്ട്, സ്ക്വയർ, ക്യൂബ്, ഇവരെല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോ ഇവിടെ കണ്ടില്ല അവിടെ ഇല്ലാന്ന് വിചാരിക്കണ്ട. ഈ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ റൂട്ട് കിടപ്പുണ്ട്, കാണുന്നുണ്ടോ? സ്ക്വയർ റൂട്ട് ആണ്. ആ സിമ്പിൾ ബട്ടൺ പ്രസ് ചെയ്താൽ റൂട്ട് ആവും. അപ്പൊ അവിടെ ഓർക്കുക, നിങ്ങൾ √6524 ടൈപ്പ് ചെയ്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ നമ്പർ ഫസ്റ്റ് കൊടുക്കുക 6524, ദെൻ റൂട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ നമ്പർ എന്തോ അതിന്റെ റൂട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കിട്ടും. ഓക്കെ അല്ലേ? നമ്പർ എന്തോ ഡയറക്റ്റ്ലി അതിന്റെ റൂട്ട് കിട്ടും. അതേപോലെ നിങ്ങൾ സോളിഡ് സ്റ്റേറ്റിന്റെ കേസിൽ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂഷ്വലി എന്താ കിട്ടുക? A³ ഒക്കെ കിട്ടും. അവിടുന്ന് എഡ്ജ് ലെങ്ത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ 529 ആണ്, 529 ആങ്സ്ട്രം ക്യൂബ് ആണ് നിങ്ങളുടെ A³ വാല്യൂ വിചാരിക്കും. അവിടെ നിങ്ങൾക്ക് എയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ യൂഷ്വലി നിങ്ങൾ എന്ത് ചെയ്യും? 529 അല്ലേ, 529 നേരെ ബ്രാക്കറ്റിലാക്കും, ഈക്വൽ ടു അതിന്റെ പവർ റേസ് ടു എന്താ കൊടുക്കണ്ടേ? റേസ് ടു 1/3 അല്ലേ. ഇപ്പൊ റേസ് ബ്രാക്കറ്റിനുള്ളിൽ 1/3 ഇത് ചെയ്താൽ നിങ്ങൾക്ക് നേരെ ക്യൂബ് റൂട്ട് ആവും. 529 റേസ് ടു 1/3. ഓപ്പറേഷൻ ഓക്കെ, ഞാൻ 529 കൊടുത്തു, ദെൻ ടു ദ പവർ കൊടുത്തിട്ട് 1/3 കൊടുത്തപ്പോൾ ആൻസർ കിട്ടി. ബട്ട് എഗെയിൻ ഇവിടെയും ഡയറക്ട്ലി കൊടുക്കാൻ നിങ്ങൾ 529 ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്യൂബ് റൂട്ട് കിടപ്പുണ്ട്. ആ ഒരൊറ്റ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഡയറക്ട്ലി ക്യൂബ് റൂട്ട് കിട്ടും. സോ കെമിസ്ട്രി പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് യൂഷ്വലി വേണ്ടി വരിക സ്ക്വയർ എടുക്കുക, സ്ക്വയർ റൂട്ട് എടുക്കുക, ക്യൂബ് എടുക്കുക, ക്യൂബ് റൂട്ട് എടുക്കുക. ഈ 4 സംഗതികൾ അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ആ 4 സംഗതികളും അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യണമെന്നില്ല. y√x ഒന്നും യൂസ് ചെയ്യണമെന്നില്ല. അത് ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയുടെ വേറെ ഏത് റൂട്ട്, 4th റൂട്ട് എടുക്കാൻ, 5th റൂട്ട് എടുക്കാനൊക്കെയാണ് ഇത് വേണ്ടി വരില്ല. ബട്ട് നമുക്കത് യൂസ് വരില്ല. നമ്മളുടെ പർപ്പസിന് ക്യൂബ് റൂട്ടും അതുപോലെ ക്യൂബും സ്ക്വയർ റൂട്ടും സ്ക്വയറും ആ 4 അവിടെ തന്നെ ഉണ്ട്. മോഡുലസ് നമുക്ക് വേണ്ടി വരുന്നതല്ല, ആബ്സല്യൂട്ട് വാല്യൂ നമുക്ക് വേണ്ടി വരുന്നതല്ല. നമുക്ക് അതും ഇഗ്നോർ ചെയ്യാം. സോ ക്യൂബ്, സ്ക്വയർ, ക്യൂബ് റൂട്ട്, സ്ക്വയർ റൂട്ട്, ഈ 4 ആൾക്കാരും അവിടെ ഉണ്ട്. 1/x അവിടെ ഉണ്ട്. അതുപോലെ തന്നെ പ്ലസ് മൈനസ് കൺവേർഷൻ അവിടെ ഉണ്ട്. ഇത്രയും കാര്യം നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ദെൻ പ്ലസ് മൈനസ് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ 4 ക്വാണ്ടിറ്റീസ് ഇവിടെ ഉണ്ട്. എല്ലാ നമ്പേഴ്സും കിട്ടും, ഡെസിബലും കിട്ടും, സീറോയും കിടക്കും, ബ്രാക്കറ്റുകളും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടുന്ന ആൾക്കാർ. ഓക്കെ, ഇനി അതേപോലെ ഈ കാൽക്കുലേറ്റർ ഇല്ലാത്തത് നിങ്ങളുടെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ആണ്. NPR, NCR അതൊന്നും നിങ്ങളുടെ കാൽക്കുലേറ്റർ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റും, ഫാക്ടോറിയൽ എടുക്കാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ 6 ഫാക്ടോറിയൽ കിട്ടുന്നുണ്ടെങ്കിൽ 6 പ്രസ് ചെയ്യുക, ഫാക്ടോറിയൽ കൊടുക്കുക 720. അപ്പൊ നിങ്ങളുടെ ടേം സിമ്പിൾ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര മൈക്രോസൈഡ്സ് ഉണ്ട് കാൽക്കുലേറ്റ്, മേ ബി ഇത് യൂസ്ഫുൾ ആയിട്ട് വരാം. അപ്പൊ ആ സമയത്ത് 5 കൊടുക്കുക, ദെൻ n ഫാക്ടോറിയൽ കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ 9ന്റെ ഇത് കിട്ടാനായിട്ട് 9 കൊടുക്കുക, ഫാക്ടോറിയൽ കൊടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളൊരു മാത്തമാറ്റിക്കൽ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, ഡയറക്റ്റ്ലി ക്ലിയർ അങ്ങ് പ്രസ് ചെയ്യുക. സി എന്നുള്ളത് ക്ലിയർ ആണ്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ഒക്കെ മാഞ്ഞു പോകും, മെമ്മറിയിൽ നിന്നല്ല ഫുള്ള് പോകും. സോ 985 കൊടുക്കുന്നു, 10 to the power കൊടുക്കുമ്പോഴത്തേക്ക് അത് ഇതിൽ ആൻസർ ഇല്ല. 21 10 to the power കൊടുക്കുന്നു. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് ചുമ്മാ 98 പ്രസ് ചെയ്തതിനെ പറ്റി എന്ത് ചെയ്യാം? അത് ക്ലിയർ ചെയ്യാം. വേറെ പ്രശ്നമൊന്നും വരാനില്ല. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ മുന്നത്തെ കാൽക്കുലേഷൻ അബദ്ധത്തിൽ പോകും, ഇന്റർഫിയർ ചെയ്യേണ്ട എന്നുള്ളതുകൊണ്ട് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് കളഞ്ഞു. സോ അതിന്റെ ഒരു റിമൈനിങ് അവിടെ ഉണ്ടാവില്ല. അതേപോലെ പൈന്റെ വാല്യൂ നിങ്ങൾ 3.14 ആയി ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആക്യുറസിയും ഡയറക്ട്ലി പൈ കൊടുത്ത് കിട്ടുന്ന ആക്യുറസി രണ്ടാണ്. അപ്പോൾ നിങ്ങൾ പൈ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ബട്ടൺ തന്നെ പ്രസ് ചെയ്താൽ പ്രോപ്പർലി പൈ. അതുപോലെ ഈ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഈന്റെ വാല്യൂ എന്താണെന്നുള്ളത് ഡയറക്ട്ലി അവിടെ കിട്ടും. സോ n ഫാക്ടോറിയൽ ഓക്കെ, എക്സ്പോണൻഷ്യൽ, ക്യൂബ്, ലോഗ്, ln, 10 to the power x, x², ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടെല്ലാം പറഞ്ഞു.
അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ഓക്കെ ആണോ? ഇനി എനിക്ക് പറയാനുള്ളത് ഈ കാണുന്ന 4 ബട്ടൺസ് ആണ്: എം സി, എം ആർ, എം എസ്, എം പ്ലസ്, എം മൈനസ്. അപ്പൊ അതിൽ എം പ്ലസും എം മൈനസും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യില്ല. ബട്ട് എം ആറും എം എസും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ മാത്തമാറ്റിക്കൽ ബാക്കി പറഞ്ഞ പ്രൊസീജിയേഴ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ചോദിക്കും. പറഞ്ഞിട്ട് ഞാൻ ബാക്കി 2 കാര്യങ്ങൾ. സർ ആന്റിലോഗ് എങ്ങനെയാ ചെയ്യാ? ആന്റി ലോഗ് എടുക്കാനായിട്ട് ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ലോഗ് ഇൻവേഴ്സ് ബട്ടൺ കാണുന്നുണ്ടോ? ആന്റി ലോഗ് എടുക്കാനായിട്ട് ഇപ്പൊ എന്താ ചെയ്യേണ്ടത് ശരിക്കും? ഇപ്പം എന്താണ് എന്തെങ്കിലും ക്വാണ്ടിറ്റി പറയാവോ? അതിന് നിങ്ങൾക്ക് 10 to the power അങ്ങ് എടുത്താൽ പോരെ. 10 to the power എടുത്താൽ ആന്റി ലോഗ് ആകില്ല. ആന്റി എൽഒജി അല്ലേ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ അതെ. 5ന്റെ ആന്റി ലോഗ് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് കൊടുത്താൽ മതി. 10 to 5 the power കൊടുക്കുക, കൊടുത്താൽ മതിയോ? 10 to the power കൊടുത്താൽ മതി. ലോഗ് അതന്നെയല്ലേ പറയാം. ലോഗ് 5 to the base 10ന്റെ വാല്യൂ സിമ്പിളി ഒരു നമ്പർ പറയാം. നമുക്ക് ലോഗ് 2 എടുക്കാം. ലോഗ് 2ന്റെ വാല്യൂ എത്രയാ? 2 കൊടുക്കുന്നു, ഞാൻ ലോഗ് കൊടുക്കുന്നു, LOG. ലോഗ് 2ന്റെ വാല്യൂ എത്രയാണ്? 0.3010. അപ്പൊ അറിയേണ്ടത് ഇതല്ലേ, 0.3010ന്റെ ആന്റി ലോഗ് എടുത്ത് 2 കിട്ടണ്ടേ? ആ ആ ഓക്കെ, അപ്പൊ ഞാൻ ആ കൂട്ടത്തിലെ മെമ്മറിയുടെ കാര്യം കൂടെ പറയാം. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ 0.3010 2,995,666,398114 ഇങ്ങനെ വലിയൊരു വാല്യൂ അല്ല കിടക്കുന്നത്. അപ്പൊ അത്രയും വലിയ വാല്യൂ അവിടെ കിടക്കുന്ന ടൈമിൽ നിങ്ങൾ ഇത് ഫുള്ള് നിങ്ങളുടെ ഫോണിൽ എടുത്തിട്ട്, അല്ലെങ്കിൽ അല്ല, നിങ്ങളുടെ പേപ്പറിൽ എടുത്ത് എഴുതാൻ വേണ്ടി നിൽക്കരുത്. ഈ ക്വാണ്ടിറ്റി എന്ത് ചെയ്യണമെന്ന് അറിയോ? നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. എങ്ങനെയാ? കാൽക്കുലേറ്റർ തന്നെ സേവ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. സോ അതാണ് ഈ എം എന്നുള്ളത് മെമ്മറിയാണ്. ഓക്കെ, അപ്പോ ഈ എം എന്ന് പറയുന്ന ബട്ടൺ മീൻ ചെയ്യുന്നത് മെമ്മറിയാണ്. ഓക്കെ, എം എന്നുള്ളത് മെമ്മറിയാണ്. സോ എം സി എന്നുള്ളത് മെമ്മറി ചെക്ക് ആണ്. എം ആർ എന്നുള്ളത് മെമ്മറി റീകോൾ ആണ്. എം എസ് എന്നുള്ളത് മെമ്മറി സ്റ്റോർ ആണ്. ഇപ്പൊ 0.30102995 ഈ ക്വാണ്ടിറ്റി നിങ്ങൾ എഴുതി വെക്കണം എന്നില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എഴുതി വെക്കണം തോന്നുകയാണെങ്കിൽ സിംപ്ലി എം എസ് ക്ലിക്ക് ചെയ്യാം. അത് മെമ്മറി സ്റ്റോർ ആണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇവിടെ കാണാം, ഒരു എം ഇവിടെ കാണുന്നില്ലേ? അത് മീൻ ചെയ്യുന്നത് ഈ ക്വാണ്ടിറ്റി ഇപ്പൊ നിങ്ങളുടെ മെമ്മറിയിൽ സ്റ്റോർഡ് ആയിട്ടുണ്ട്. കാൽക്കുലേറ്റർ മെമ്മറിയിൽ സ്റ്റോർഡ് ആയിട്ടുണ്ട്. ഓക്കെ, കാൽക്കുലേറ്റർ മെമ്മറിയിൽ സ്റ്റോർഡ് ആയിട്ടുണ്ട്. സോ ഇനി നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. നിങ്ങൾ ക്ലിയർ ചെയ്താലും ആ ടൈപ്പ് ചെയ്തിട്ടുള്ള സംഗതികളെ പോകും, അല്ലാതെ നിങ്ങളുടെ മെമ്മറി പോകില്ല. നോക്കിയേ, ഇപ്പോഴും എം അവിടെ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നെക്സ്റ്റ് അറിയേണ്ടത് 65 ഡിവൈഡഡ് ബൈ ലോഗ് 2 ആയിരുന്നെങ്കിൽ 65 ഡിവൈഡഡ് ബൈ, ഇനി വീണ്ടും നിങ്ങൾ ലോഗ് 2 ടൈപ്പ് ചെയ്യേണ്ട, നിങ്ങൾ മെമ്മറിയിൽ സേവ് ചെയ്ത് വെച്ചാൽ റീകോൾ ചെയ്താൽ പോരെ. നിങ്ങൾ ഡിവൈഡ് ബൈ കൊടുത്തിട്ട് MR പ്രസ് ചെയ്യാം. MR പ്രസ് മെമ്മറി റീകോൾ ആണ്. നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാൽ തിരിച്ചു വരും. ഇതിന് ഈക്വൽ ടു പ്രസ് ചെയ്താൽ. പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾ ലോഗ് 2 എടുത്തു, സോ 2 ലോഗ് പ്രസ് ചെയ്തു, നിങ്ങൾക്ക് ലോഗ് 2 കിട്ടി. സോ ഈ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? MS ക്ലിക്ക് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ മെമ്മറിയിൽ സ്റ്റോർഡ് ആകും. അതാണ് ഇവിടെ M കാണിക്കുന്നത്. ദെൻ നെക്സ്റ്റ് എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് 65 ഡിവൈഡഡ് ബൈ ലോഗ് 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. 65 ഡിവൈഡഡ് ബൈ, വീണ്ടും ആ 0.3011 ടൈപ്പ് ചെയ്യേണ്ട, സിംപ്ലി മെമ്മറി റീകോൾ ബട്ടൺ പ്രസ് ചെയ്യുക, ഈക്വൽ ടു കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓരോ കാൽക്കുലേഷൻ കഴിയുമ്പോഴും നിങ്ങൾ മെമ്മറി ക്ലിയർ ചെയ്യണം. അതുകൊണ്ട് MC എന്ന ബട്ടൺ ഇത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇപ്പൊ ക്യാപിറ്റൽ M നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ട്. അതിനർത്ഥം അത് മെമ്മറിയിൽ സേവ്ഡ് ആണെന്നാണ്. നിങ്ങൾ MC പ്രസ് ചെയ്താൽ ആ മൊമെന്റ് നിങ്ങളുടെ മെമ്മറി വാനിഷ് ആവും. പിന്നീട് നിങ്ങൾ മെമ്മറി റീകോൾ ചെയ്താൽ ഒന്നും വരില്ല, മെമ്മറിയിൽ ഒന്നുമില്ല, കണ്ടില്ല, 0 ആണ് വരുന്നത്. സോ അതാണ് അടുത്തൊരു പോയിന്റ്. ക്ലിയർ ആണോ മെമ്മറി യൂസ് ചെയ്യുന്ന കാര്യം? ഇനി ഞാൻ ലോഗരിതത്തിലേക്ക് വരാം. മെമ്മറി റീകോൾ ചെയ്തത് അങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ ലോഗ് 2 എടുത്തു, 2 കൊടുത്തു, ലോഗ് കൊടുത്തു. ലോഗ് 2ന്റെ വാല്യൂ 0.3010. അപ്പൊ എന്റെ അടുത്ത് ആന്റി ലോഗ് ആണ് ചോദിച്ചത്. അപ്പൊ ഞാൻ ഇവിടെ ചെയ്ത് ഇതിനെ മെമ്മറി സ്റ്റോറിലേക്ക് കൊടുത്തു. ദെൻ എന്ത് ചെയ്യാണ്? ഇതിന്റെ നേരെ 10 to the power x കൊടുക്കുകയാണ്. ഓക്കെ, ഒരു സെക്കൻഡ്. എനിക്ക് വാല്യൂ കിട്ടി. അപ്പൊ നെക്സ്റ്റ് ഞാൻ ക്ലിയർ ചെയ്തു. എനിക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? 0.3010 അല്ലെങ്കിൽ അതിന്റെ ആന്റി ലോഗ് കണ്ടുപിടിക്കും. സിമ്പിളി നിങ്ങൾ മെമ്മറി റീകോൾ പ്രസ് ചെയ്യാം. ആ നമ്പർ ഇവിടെ വന്നല്ലോ. ദെൻ അതിന്റെ എന്ത് ചെയ്യാം? 10 to the power കൊടുക്കുക. കൊടുത്താൽ നിങ്ങൾക്ക് ആന്റി ലോഗ്. മനസ്സിലായോ? 10 raised to ആണ് ആന്റി LOG കേട്ടോ. 10 raised to ആണ് ആന്റി LOG ആൻഡ് E raised to ആണ് ആന്റി LN. മനസ്സിലായോ ആന്റി ലോഗ് എടുക്കുന്നത്? യെസ്. ഓക്കെ, സിമ്പിൾ ഒന്നും കൂടെ നോക്കാം. നിങ്ങളുടെ ലോഗ് ലോഗ് 3
ലോഗ് 3ന്റെ വാല്യൂ നോക്കാം. ലോഗ് 3 0.47712 ആണ്. നിങ്ങൾ ഇവിടെ പിന്നെ 10 ക്ലിക്ക് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല. രണ്ട് മൂന്ന് വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ ഓക്കെ. സേ ലോഗ് 3 പ്രസ് ചെയ്ത് 10 ഓക്കെ, അവിടെ 10 കൊടുക്കുമ്പോൾ ഡയറക്റ്റ്ലി കിട്ടുന്നുണ്ട്. ഇവിടെ 10 കൊടുത്താൽ ഡയറക്റ്റ്ലി അത് ആന്റി ലോഗ് കിട്ടുകയും ചെയ്യും. അത് ഓക്കെയാണ്. പിന്നെ ഞാൻ വീണ്ടും മുന്നേ പറഞ്ഞൊരു കാര്യമുണ്ട്. 12365 ഇൻറ്റു 65 ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബാക്ക് സ്പേസ് വർക്ക് ആവില്ല, എറേസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം യൂസ് ചെയ്യാം. ഇതിനെ എന്ത് ചെയ്യാം? മെമ്മറി സ്റ്റോർ കൊടുക്കുക. അപ്പോൾ ഇത് മെമ്മറിയിൽ സ്റ്റോർ ആവും. എന്നിട്ട് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ട് മെമ്മറി റീകോൾ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് ഇവരെ കൺസിഡർ ചെയ്യും. അവിടെ നിങ്ങൾക്ക് എറേസ് ചെയ്യാം. മനസ്സിലായോ? സേ 8960 ഇൻറ്റു 65 ഒരു റിസൾട്ട് കിട്ടി, അല്ലെങ്കിൽ ഡിവൈഡ് ബൈ 65 ഇങ്ങനെ ഒരു നമ്പർ കിട്ടി. ഇൻറ്റു 65 ഒരു ഫ്രാക്ഷണൽ വാല്യൂ കിട്ടും നോക്കട്ടെ. ഓക്കെ, ഇങ്ങനെ ഒരു ഫ്രാക്ഷണൽ വാല്യൂ നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് പോസിബിൾ അല്ല. കാരണം ഇതിൽ നിങ്ങൾ ഇതിന്റെ ബാക്ക് സ്പേസ് അടിച്ച വർക്ക് ആവില്ല. പക്ഷെ ഇത് എഡിറ്റ് ചെയ്യാനുള്ള എളുപ്പ വഴിയുണ്ട്. നിങ്ങൾ ഇയാളെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുക, എന്നിട്ട് ഇവിടെ ക്ലിയർ ചെയ്യുക, മെമ്മറി റീകോൾ ചെയ്യുക, ദെൻ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. മനസ്സിലായോ? അവിടെ നിങ്ങൾക്ക് ആ ഒരു എഡിറ്റിംഗ് പോസിബിൾ ആയിട്ട് വരികയും ചെയ്യും. ഓക്കെ, സോ ഓരോ കാൽക്കുലേഷൻ കഴിയുമ്പോൾ മെമ്മറി ക്ലിയർ ചെയ്യാൻ മറക്കാതിരിക്കുക. കാര്യം മെമ്മറി ക്ലിയർ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മുന്നേ സേവ് ചെയ്ത് ചെയ്തെങ്കിലും ക്വാണ്ടിറ്റി അവിടെ കിടക്കുകയും അത് വീണ്ടും വീണ്ടും കാൽക്കുലേഷൻ ഇന്റർഫിയർ ചെയ്യുകയും ചെയ്യും. ഓക്കെ അല്ലേ? ഒറ്റ ടൈം നിങ്ങൾക്ക് ഒരാളെ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഒരേ സമയം ഹലോ സർ. പറയാം. സർ, ഈ പവറിൽ നെഗറ്റീവ് വരുന്ന സമയത്ത് അതിന് സെപ്പറേറ്റ് ആയിട്ട് ബ്രാക്കറ്റ് കൊടുക്കണോ? ഏതൊരു പവറിൽ ഏതാ ഉദ്ദേശിച്ചത്? ഇപ്പോ 10⁻⁻34 എന്നൊക്കെ കൊടുക്കുന്ന സമയത്ത് -34 സെപ്പറേറ്റ് ആയിട്ട് കഴിവതും കാൽക്കുലേറ്റർ കൊടുക്കാതിരിക്കുക. ഇപ്പൊ 10⁻⁻34 ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇപ്പോ നമ്മുടെ സ്പെക്ട്രോസ്കോപ്പിയുടെ കേസാണ് h² ഡിവൈഡ് ബൈ 8π² IC വരിക. അപ്പൊ മുകളിൽ ഒരു 10⁻�68 വരും, താഴെ മൊമെന്റ് ഓഫ് ഇനർഷ്യ 10⁻�47 കാണും, സീന്റെ 10⁻10 കാണും. അപ്പൊ അവിടെ നിങ്ങൾ കാൽക്കുലേറ്റർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. കാൽക്കുലേറ്റർ നമ്മുടെ വർക്ക് എളുപ്പമാക്കാനല്ലേ. അവിടെ നിങ്ങൾ 10ന്റെ പവേഴ്സ് എല്ലാം ഒരുമിച്ച് അങ്ങ് മാറ്റുക. 10⁻�68 മുകളിലുണ്ട്, ഡിനോമിനേറ്റർ 34 ഉണ്ട്, 17 ഉണ്ട്, 28 ഉണ്ടെങ്കിൽ ആ 10th പവർ എല്ലാം കൂടെ നിങ്ങൾ മാറ്റുക. സിംപ്ലി നമ്പേഴ്സ് മാത്രം ടൈപ്പ് ചെയ്ത് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ മാത്രം കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. 10th പവർ എല്ലാം ടൈപ്പ് 65 ഇൻറ്റു 10⁻⁻34 അത് കൊടുക്കാനായിട്ടൊന്നും കാൽക്കുലേറ്റർ യൂസ് ചെയ്യരുത്. കാരണം അത് കുറെ കോംപ്ലിക്കേറ്റഡ് ആവും. അവിടെ നിങ്ങൾ ഫസ്റ്റ് 34 കൊടുക്കണം, ദെൻ അതിന്റെ നെഗറ്റീവ് എടുക്കണം, ദെൻ അതിന്റെ 10⁻² എടുക്കണം, ദെൻ ആ കിട്ടിയ റിസൾട്ടിനെ നിങ്ങൾ 6.626 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴാണ് 6.6 × 10⁻⁻34 എന്ന് കിട്ടുക. അപ്പോഴിവിടെ ഈ കാണുക പിന്നെ സംശയമാകും, ഇത് എക്സ്പോണൻഷ്യൽ ആണോ 10⁻² ആണോ. അപ്പോൾ ആ പവർ കൊടുക്കാൻ നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതിരിക്കുക. 10th പവറിനെ എല്ലാം നിങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിക്കുക, തനിയെ കണ്ടുപിടിക്കുക. 10⁻⁻34 ഫ്രാക്ഷൻ എളുപ്പമല്ലേ പവറിനെ മാറ്റാം. അതൊന്ന് കൺവേർട്ട് ചെയ്യുക. ദെൻ ബാക്കി ക്വാണ്ടിറ്റീസ് എല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് നിങ്ങൾ ഒരുമിച്ച് ചെയ്യാം. ഇപ്പോ ജസ്റ്റ് സിംപ്ലി ചോദിച്ചുകൊണ്ട് ഞാനൊരു എക്സാമ്പിൾ എടുക്കാം, അതും കൂടെ ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. ലാസ്റ്റ് മൊമെന്റ് നിങ്ങളുടെ ഒരുപാട് ടൈം എടുക്കുന്നില്ല. ഇപ്പൊ 6.626 × 10⁻⁻34 സ്ക്വയർ ന്യൂമറേറ്ററിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ 10⁻⁻34 10⁻⁻34 പേപ്പറിൽ എഴുതുക. 10⁻38 ആണ്, സോറി 10⁻�68 ആണ്. അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സിംപ്ലി മാറ്റി വെച്ചിട്ട് 6.626 സ്ക്വയർ അങ്ങ് എടുത്താൽ മതി. ദെൻ 43.9 × 10⁻�67 ആണ് നിങ്ങൾക്ക് അറിയാം. ഓക്കെ അല്ലേ? അതേപോലെ ഈ ഒരു കാൽക്കുലേഷൻ ഡിനോമിനേറ്ററിൽ ഈ കാണുന്നുണ്ടെങ്കിൽ ഡിവൈഡ് ബൈ 8π² എന്നൊക്കെ ഒരു കാൽക്കുലേഷൻ ആണ് എഴുതി വെച്ചിട്ടുണ്ട്. തേർഡ് കാണുന്നുണ്ടോ? ഒരു ലോങ് കാൽക്കുലേഷൻ ആണ് h² ഡിവൈഡ് ബൈ 8π² IC എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതില് നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു ന്യൂമറേറ്റർ കൊടുക്കാം. 6.626 ഇൻറ്റു 10⁻² പവർ ഒക്കെ കൊടുത്ത് ചെയ്താൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആകും. ദെൻ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ വീണ്ടും നിങ്ങളുടെ ബ്രാക്കറ്റുകൾ വരും. ഡിവൈഡ് ബൈ 8 ഇൻറ്റു 3.14 ഇൻറ്റു 3.14 ഈ സംഗതികളൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരുപാട് ലെങ്തി ആയിപ്പോ. സോ അതുകൊണ്ട് പവർ കൊടുക്കാതിരിക്കാൻ നോക്കാം, പവർ മാത്രം സെപ്പറേറ്റ് കൊടുക്കാം. പിന്നെ ഇവിടെ ചെയ്യാൻ പറ്റുന്ന എളുപ്പ വഴി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ 6.6 10⁻⁻34 6.6 10⁻⁻34 ഡിവൈഡ് ബൈ 8 ഇൻറ്റു 3.14 3.14 8.35 10⁻⁻28 0.742 0.742 ഇങ്ങനെ പല പല വാല്യൂസ് കിടക്കും. ഞാൻ സ്പെക്ട്രോസ്കോപ്പിലെ പ്രോബ്ലത്തിൽ നിന്ന് എടുത്തതാണ്. ഇത്രയും വാല്യൂസ് ഒക്കെ കിടക്കുമ്പോഴത്തേക്ക് ഇത് മൊത്തവും നിങ്ങൾ ഒറ്റയടിക്ക് ടൈപ്പ് ചെയ്യാൻ മേ ബി എറർ ഉണ്ടാവാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് M+, M- ഒന്ന് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. പക്ഷെ ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ഡിനോമിനേറ്റർ കണ്ടുപിടിക്കും. ഇങ്ങനത്തെ കേസിൽ ഫസ്റ്റ് ഡിനോമിനേറ്റർ കണ്ടുപിടിക്കും. അപ്പൊ ഞാൻ ഡിനോമിനേറ്റർ കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ ഇതാണ് ഡിനോമിനേറ്റർ എന്നുള്ളത് 8 ഇൻറ്റു 3.14 സ്ക്വയർ. സോ 3.14 ഇൻറ്റു 3.14
ദെൻ പിന്നെ ബാക്കിയാവുന്ന ആരാണ്? 8.35 ഉണ്ട്, ഇൻറ്റു 8.35 ഉണ്ട്. ദെൻ ഡിനോമിനേറ്ററിൽ വീണ്ടും ഉള്ളത് 0.742 ആൻഡ് ദെൻ വീണ്ടും ഒരു 0.74. ഇത് ഇത്രയാണ് എന്റെ ഡിനോമിനേറ്റർ. അപ്പൊ നിങ്ങൾ വീണ്ടും ഇത്രയും ക്വാണ്ടിറ്റീസ് ടൈപ്പ് ചെയ്തിട്ട് കിട്ടിയ റിസൾട്ട് അതേപോലെ എടുത്ത് എഴുതി വെക്കണം എന്നില്ല. ഇതിനെ എന്ത് ചെയ്യാം? മെമ്മറിയിലേക്ക് നിങ്ങൾ സ്റ്റോർ ചെയ്യാം. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ഫുൾ കാൽക്കുലേഷന്റെ ഡിനോമിനേറ്റർ ഇപ്പൊ നിങ്ങളുടെ മെമ്മറിയിൽ സ്റ്റോർ ആയിട്ട്. അപ്പൊ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ ന്യൂമറേറ്റർ ടൈപ്പ് ചെയ്യുക, അത് 6.6ന്റെ സ്ക്വയർ ആണ്. അപ്പൊ നിങ്ങൾ ന്യൂമറേറ്റർ അവിടെ വന്നു. ദെൻ ഇനി ആ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ ആ കിട്ടിയ സ്ക്വയർ ഓഫ് 6.6 ഡിവൈഡഡ് ബൈ നിങ്ങൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത ആളെ റീകോൾ ചെയ്യുക, മെമ്മറി റീകോൾ പ്രസ് ചെയ്യുക, ഈക്വൽ കൊടുക്കുക, ആൻസർ. ഓക്കെ, ഡിനോമിനേറ്റർ ക്ലബ് ചെയ്ത് ഒരു ആൻസർ കണ്ടുപിടിച്ച് അതിനെ മെമ്മറിലേക്ക് സ്റ്റോർ ചെയ്യുക, ദെൻ അതിനെ മെമ്മറിയിൽ നിന്ന് റീകോൾ ചെയ്യുക. സോ അത്തരത്തിൽ ഇങ്ങനത്തെ ലോ കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യേണ്ടത്. ലോഗ്, ഫംഗ്ഷൻസ്, മെമ്മറി റീകോൾ, റൂട്ട് കാര്യം. ഓക്കെ അല്ലേ? മറ്റ് ഫംഗ്ഷൻസ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട, ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പൊ ഓക്കെ ആണ് നിങ്ങൾക്ക് കരുതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം. ഞാനത് സെപ്പറേറ്റ് എന്തെങ്കിലും സെഷൻ വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് കാണിക്കാം. അപ്പൊ ഞാൻ ഫസ്റ്റ് സജസ്റ്റ് ചെയ്യാം, നിങ്ങൾ ഈ ഐഡിയ വെച്ചിട്ട് നാളെ ഒന്ന് കുറച്ച് നേരം നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും, കുറച്ച് ഐഡിയ കിട്ടും. സ്റ്റിൽ ക്ലിയർ ആയിട്ടില്ല അതിനുശേഷം എന്നോട് പറഞ്ഞാൽ നമുക്കൊരു സെഷൻ കൂടെ വെച്ചിട്ട് മേ ബി കുറച്ച് പ്രോബ്ലങ്ങൾ എടുത്ത് അത് ചെയ്ത് കാണിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എന്നെ ഇൻഫോം ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ കേട്ടില്ല? മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഇത് തന്നെ യൂസ് ചെയ്യാം. ലാപ്ടോപ്പിൽ തന്നെ മൗസ് വെച്ച് യൂസ് ചെയ്യുക. കാര്യം അതാണ് നിങ്ങൾക്ക് വേഗത തരുന്നത്. ആക്ച്വൽ സ്പീഡുമായിട്ട് ടാലൻ ഇതാണ്. ആ സോഫ്റ്റ്വെയർ പ്ലേ സ്റ്റോറിൽ കിട്ടും, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഗേറ്റ് കാൽക്കുലേറ്റർ ഞാൻ ലിങ്ക് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ഷെയർ ചെയ്ത് തരാം. ഓക്കെ അല്ലേ? സർ നെഗറ്റീവ് മാർക്സ് വരുന്നില്ലേ? അത് നോട്ട് ആൻസേർഡ്, നോട്ട് വിസിറ്റഡ്, ആ രണ്ട് കേസിലും നെഗറ്റീവ് മാർക്സ് കൗണ്ട് ചെയ്യില്ലല്ലോ? നോട്ട് പർപ്പിളിലും റെഡിലും ഒന്നും കൗണ്ട് ചെയ്യില്ല. പർപ്പിൾ വിത്ത് ഗ്രീനും ആക്ച്വൽ ഗ്രീനും കൗണ്ട് ചെയ്യും. നോട്ട് വിസിറ്റഡ് എന്നുള്ള ക്വസ്റ്റ്യനിലോ ആ ഒരു സെക്ഷനിലോ സർ നോട്ട് വിസിറ്റഡ് എന്ന് കാണിക്കുന്ന ആ ഒരു ഗ്രേ കളർ ബോക്സ്, ഗ്രേ കളർ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അതൊന്നും കൗണ്ട് ചെയ്യില്ല. അതിൽ നിങ്ങളുടെ സ്കോർ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടേ ഇല്ല. അതിനാണെങ്കിൽ നിങ്ങളത് അറ്റൻഡ് ചെയ്യാത്ത പോലെ കാണിച്ചിട്ട് നെഗറ്റീവും പോസിറ്റീവ് രണ്ടും ഉണ്ടാവും. സർ അതുപോലെ NET നമുക്കിപ്പോ 0 അങ്ങനെ ആൻസർ വരുന്ന വെച്ചാൽ അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യണോ, അതോ വെറുതെ ഡെസിമൽ 3 0 ഇടുന്നതാണ് സേഫ്. കാര്യം മേ ബി നിങ്ങളെ കാൽക്കുലേറ്ററിൽ പ്രസ് ചെയ്യുമ്പോൾ ഡെസിമൽ കണ്ടില്ലെങ്കിൽ വീണ്ടും സംശയം. 0 പോയിന്റ് ടൈപ്പ് ചെയ്യുന്ന പ്രശ്നമില്ലല്ലോ. 0 പോയിന്റ് ഒരു ക്വാണ്ടിറ്റി കൊടുത്താൽ മതി. ഓക്കെ. അപ്പൊ നിങ്ങളത് ട്രൈ ചെയ്യാട്ടോ. ഞാൻ ഫസ്റ്റ് അത് സജസ്റ്റ് ചെയ്യാം. നിങ്ങൾ ആ ലിങ്ക് ഞാൻ ഷെയർ ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എന്നോട് പറയും. ഞാൻ ഒരു സെഷൻ കൂടെ വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ ചെയ്യാം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ കേട്ടോ, ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത്. ഓക്കെ, താങ്ക് യു.